ഒപ്പം തന്നെ ജെൻസൺ ജോർജ് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, നമ്മുടെ ചേർപ്പിന്റെ വ്യക്തിയാണ്, ചേർപ്പിലെ അംഗമാണ് നമ്മുടെ ഈ ജെൻസൺ ജോർജ് അവരുടെ ഈ വേദിയിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ മിൽട്ടൺ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ മിൽട്ടൺ, ശ്രീ മിൽട്ടൺ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ എൻ ടി ശങ്കരൻ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്ന് തോന്നുന്നു. എൻ ടി ശങ്കരൻ അവരുടെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സുജിത സുനിൽ ഏവരുടെയും പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹരിദാസ മാസ്റ്റർക്ക് ഈ വേദിയിലേക്കുള്ള സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ബ്ലോക്ക് തലത്തിലുള്ള ചീഫ് കോർഡിനേറ്റർ ശ്രീ തൊമ്മി പിടിയത്ത് അവരുടെ നമ്മുടെ ഈ ബ്ലോക്കിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട തൊമ്മി പിടിയത്ത് അവர்களാണ്. തൊമ്മി പിടിയത്ത് അവരുടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഈ പദ്ധതി ജോയച്ചനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ജോയ് പുത്തരച്ചനാണ്. ഇത് ഇന്ന് ഇവിടെ ഈ ഇത്തരത്തിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഇനിയും ആകാശമൊക്കെ വളരാനുള്ള ഊർജം സംഭരിക്കാനായിട്ട് പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജോയ് പുത്തരച്ചന്റെ സേവനത്തെ നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. കാലഘട്ടം എത്ര കഴിഞ്ഞാലും അഭയം ശാന്തിഭവൻ പാലിയേറ്റീവ് എത്ര കാലം നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള അടിസ്ഥാനം കിടക്കുന്നത് ബഹുമാനപ്പെട്ട ജോയ് കൂത്തുരച്ചനിലാണ്. അദ്ദേഹത്തെ ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യാൻ ആയിട്ട് എനിക്കറിയില്ല. കാരണം അദ്ദേഹമാണ് നമ്മളെല്ലാവരെയും ഇവിടെ എത്തിക്കാനുള്ള ആണിക്കലിലെ അടിസ്ഥാനം. എങ്കിലും ഔപചാരികമായി ബഹുമാനപ്പെട്ട ജോയ് കൂത്തുരച്ചനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം തന്നെ സിസ്റ്റർ തെരസീന, ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലെ. നമുക്കറിയാം, ഈ ഫൗണ്ടേഷനാണ്, ഈ FSC ഫൗണ്ടേഷനാണ് നമ്മുടെ ഈ പാലിയേറ്റീവ് പ്രസ്ഥാനത്തിന്റെ എല്ലാ തരത്തിലുള്ള നേതൃത്വവും വഹിക്കുന്നത്. നാം എല്ലാം അതിനോട് സഹകരിക്കുകയാണ്. അതിന്റെ എല്ലാ തരത്തിലുള്ള നേതൃത്വവും ബഹുമാനപ്പെട്ട FSC സിസ്റ്റേഴ്സിന്റെ സമൂഹമാണ് നൽകുന്നത്. ബഹുമാനപ്പെട്ട തെരസീന അവരുടെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ അവരുടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇതിന്റെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റർ മരിയ ക്യാര FSC മദർ ജനറലാണ് കോൺഗ്രേഷന്റെ ഹെഡ്. ഇവിടുത്തെ പരിപാടികൾക്ക് നേതൃത്വം വഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പരിപാടികൾക്ക് ഈ നമ്മുടെ സിസ്റ്റർ നേതൃത്വം വഹിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണം നൽകി ഈ മദർ ജനറൽ FSC കോൺഗ്രേഷൻ സിസ്റ്റർ മരിയ ക്യാരയാണ് ഇതിനൊക്കെ ഊർജവും അതിനുള്ള സഹായം നൽകുന്നത്. ബഹുമാനപ്പെട്ട സിസ്റ്റർ മരിയ ക്യാരയെ ഏവരെയുള്ള സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ മലച്ചിറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശ്രീ രവീന്ദ്രനാഥ് ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹത്തെ ഏവരെയും പേരിലുള്ള സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. ഇതിന്റെ എല്ലാം വിജയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിന്റെ കുടുംബാവം നെയ്തു വെക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇത് സ്ഥാപിക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു പ്രാരംഭഘട്ടമാണെങ്കിൽ അത് എല്ലാവരെയും എത്തിച്ച് എല്ലാവരുടെയും തലങ്ങളിലും ഇതിനെ കൊണ്ടെത്തിക്കുക, എല്ലാ സ്ഥലത്തും പ്രവർത്തനങ്ങൾ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതെല്ലാം മേഖലാ തലത്തിലുള്ള കോർഡിനേറ്റേഴ്സിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ മേഖലാ കോർഡിനേറ്റേഴ്സിനെ ബഹുമാനപ്പെട്ട റപ്പായി ചേട്ടൻ, ചോര് മേഖലയിൽ നിന്നുള്ള റപ്പായി ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ചേർപ്പിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട ജോൺസൺ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ പൂച്ചിനിപ്പാടം
കുശിനിപ്പാടം നിന്നുള്ള ജോൺസൺ ചേട്ടൻ, കൂടുതൽ ജോൺസൺ ചേട്ടന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വല്ലച്ചിറയിൽ നിന്നുള്ള ജെയ്സൺ ചേട്ടനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ജോർജ് ചേട്ടന്റെ പലിശ്ശേരിയിൽ നിന്ന് ജോർജ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. പെരിഞ്ചേരിയിൽ നിന്നുള്ള ജോൺസ് ചേട്ടനെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളേവരെയും സ്വാഗതം ആശംസിക്കുക എന്നുള്ളത് വളരെ സന്തോഷമാണ്. കാരണം നിങ്ങളുടെ നല്ല മനസ്സാണ് ഈ ഉച്ചയ്ക്ക് നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാനുള്ള ഞായറാഴ്ചയാണ്, കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയമാണ് എന്നറിയാം. എങ്കിൽ കൂടി പാലിയേറ്റീവ് പദ്ധതിയിലേക്ക് ഇന്നോ നാളെയോ ഇത് എന്റെ ഒരു സൂചന, ഞാൻ പറയുക ഇതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആകുമ്പോൾ അതില് നമ്മൾ കുറേശ്ശെ സമ്പാദ്യം ഒന്നിച്ചു കൂട്ടി ഒരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കുറെ കാലം കഴിഞ്ഞാല് നമുക്കത് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. നിങ്ങൾ ഈ ഒരു നിമിഷം ഇവിടെ ഇരിക്കുന്ന ഈ നിമിഷങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ എന്നെങ്കിലും നമുക്കിത് ആവശ്യം വരാതിരിക്കട്ടെ. ആവശ്യം വരികയാണെങ്കിൽ ആ കാലഘട്ടത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ് ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെ സംഘാടനത്തിന് പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ നിലനിൽപ്പിന് നമ്മുടെ ഈ സാന്നിധ്യം ഇവിടെ അത്യാവശ്യമാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും, അതുപോലെ തന്നെ ഇവിടെ മ്യൂസിക് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സഹോദരങ്ങള്, ലൈറ്റ് ആൻഡ് സൗണ്ട് സഹായിക്കുന്ന സഹോദരങ്ങള്, നമ്മുടെ ഫോട്ടോ, അതുപോലെ തന്നെ മീഡിയ പ്രവർത്തകര്, എല്ലാവരെയും ഇതിനെ നമുക്ക് സ്ഥലം അനുവദിച്ചു തന്ന പഞ്ചായത്ത് അധികൃതരെ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ സംഹരിക്കുന്നു. നമ്മുടെ അടുത്ത പാലിയേറ്റീവ് സേവന പദ്ധതികളിലെ അവതരണത്തിനായി ബഹുമാനപ്പെട്ട അച്ഛനെയും അതുപോലെ തന്നെ എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ സംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭയം ശാന്തി ഭവൻ പഞ്ചായത്ത് തല 2ാമത്തെ റീജിയണൽ സെന്ററിന്റെ ഉദ്ഘാടന കർമ്മമാണ് പെരുമ്പള്ളിശ്ശേരിയിലാണ്. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു പെരുമ്പള്ളിശ്ശേരിയിലെ 2ാമത്തെ ലിങ്ക് സെന്റർ നിങ്ങൾക്കായി സമർപ്പിക്കേണ്ട സമയമാണ്. അപ്പോൾ റീജിയണൽ സെന്റർ ഉദ്ഘാടനത്തിനായി ഫാദർ മാർ ജോസഫ് കാരിക്കശ്ശേരി കോട്ടപ്പുറം രൂപതാമെത്രാൻ, പേട്ടൺ ഓഫ് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ അവർ മാർ ജോസഫ് കാരിക്കശ്ശേരി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുവാനുള്ള ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് മാർ ആർച്ച് ചെയർമാൻ അഭയം പാലിയേറ്റീവ് കെയർ, ഡയറക്ടർ അഭയം പാലിയേറ്റീവ് കെയർ ഫാദർ ജോയ് കുന്നത്തൂർ, സെബാസ്റ്റ്യൻ, ശ്രീമതി ഗീതാ ഗോപി MLA, PK ലോഹിതാക്ഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ജനപ്രതിനിധികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, അഭയം ശാന്തി ഭവൻ ഈ 2 പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ നമ്മുടെ ഈ നാടിനോടനുബന്ധിച്ച് ഇന്ന് ഇതിൻ്റെ തണലിൽ അഭയം ശാന്തി ഭവന്റെ തണൽ അഭയം കൂടെ പാലിയേറ്റീവ് കെയർ ആരംഭിക്കുന്നതിൽ അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. മുൻകൈ എടുക്കുന്ന ഇവിടുത്തെ അഭിനന്യ ആർട്സിനെയും നമ്മുടെ ജോയി അച്ഛനെയും ഇതിന്റെ പ്രവർത്തകരായി സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർമാരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു. ഞാൻ ഇങ്ങനെ ഒരു സാർവദേശ സംഭവം വായിച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ് ഒരു നാട്ടിൽ അമേരിക്കയിൽ വിടാവുന്ന പോലെ ഇർമ ഒക്കെ അയച്ചടിക്കുകയാണല്ലോ അമേരിക്കയെ താഴ്ക്കുകയാണ്. വലിയ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഒക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ വീശുമ്പോൾ ഓരോ വിധവയുടെ ഏക സമ്പത്തായ വീട് നശിച്ചുപോയി, ഒട്ടുമില്ലാതെ. അപ്പോൾ ആ വിധവ അവിടെയുള്ള അടുത്തുള്ള ഒരു വക്കീലിനെ കണ്ട് ഒരു കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. ആർക്കെതിരെയാണ് കേസ്?
കാരുണ്യവാനായ സ്നേഹസമ്പന്നനായ ദൈവത്തിനെതിരായ കേസാണ്. ദൈവത്തിനെതിരെ ഈശ്വരനെതിരായ കേസാണ്. കോടതിയിൽ ആ കേസ് സ്വീകരിച്ചു. ഈ കേസ് കേൾക്കാൻ, അതിന്റെ വാദം കേൾക്കാൻ, അതിന്റെ വിധി കേൾക്കാൻ ഒരുപാട് ജനങ്ങൾ തിങ്ങിക്കൂടി. കാരണം ഈശ്വരനെ വിധിക്കാൻ പോയ ദൈവത്തെ കോടതി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ന്യായാധിപൻ ഇതെല്ലാം വായിച്ചു കേട്ടതിന് ശേഷം ജനങ്ങളോട് ചോദിച്ചു, ഈ വിധവ പറഞ്ഞത് ശരിയാണല്ലോ, വീട് നശിച്ചു പോയി, ദൈവകാരുണ്യമാണ് കൃപാലമാണ് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ ചെയ്തത്? അവൾ ആരാണ് ഉത്തരവാദി? ആരാണ് ഉത്തരവാദി? നമ്മൾ എന്ത് പറയും? ആരാണ് ഉത്തരവാദി? ന്യായാധിപൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഈശ്വരൻ വിശ്വസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക, അവര് ഈ വിധവയ്ക്ക് വീട് പണിത് കൊടുക്കണം. ഇവിടെ ഈശ്വരൻ വിശ്വസിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വന്ന് വീട് പണിത് കൊടുക്കേണ്ടത്. നമ്മുടെ അദ്ദേഹത്തിന്റെ പിതാവ് എത്തുകയാണ്. നമുക്ക് അനുസരിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാം. ഏതായാലും ഞാൻ എഴുന്നേറ്റ് പോകുന്നത് നന്നായി. പിതാവിന്റെ കസേരയാണ്, അധ്യക്ഷന്റെ കസേര. പിതാവിന് തന്നെ അത് നൽകാൻ സാധിച്ചു. വലിയ സന്തോഷം പിതാവിന്. കാരുണ്യത്തിന്റെ ഈ സ്പർശം ദൈവസ്പർശമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുന്നത്. ദൈവം കരുണയുള്ളവരാണ്. മലയാള പ്രസംഗത്തിൽ യേശു പഠിപ്പിക്കുന്നു, നിങ്ങൾ കാരുണ്യവാനായിരിക്കുന്ന പോലെ എന്റെ പിതാവായ ദൈവം കാരുണ്യവാനായിരിക്കുന്ന പോലെ നിങ്ങൾ കാരുണ്യവാന്മാരായിരിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ കരുണ ലഭിക്കും. ഇപ്പൊ ഇവിടെ സ്വത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ഇത് ഡെപ്പോസിറ്റ് ആണ്. നമ്മളും കരുണയ്ക്ക് ആൾക്കാരാണ്. അപ്പൊ ഈ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ കരുണ കാണിക്കണം. കരുണ കാണിക്കുക എന്നുള്ളത് ഒരു ഔദാര്യമല്ല, നേരെ മറിച്ച് അതൊരു കടമയാണ്. പ്രതിനിധിത്വ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വളരെ ബൃഹത്തായ സഹായ പദ്ധതികൾ എവിടെയും ആവശ്യമുണ്ടെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ, ജോൺ പോൾ മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ഇവരെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. ജോൺ പോൾ മാർപ്പാപ്പ ഓർമ്മിക്കുന്ന ഇപ്രകാരമാണ്: സൃഷ്ടാവിന്റെയും രക്ഷകന്റെയും ഏറ്റവും വിസ്മരണീയമായ ഗുണമായിരിക്കുന്ന കാരുണ്യത്തെ ഏറ്റുപറയുകയും പ്രഘോഷിക്കുകയും സഭ കാര്യസ്ഥയും വിതരണക്കാരിയുമായിരിക്കുന്ന രക്ഷകന്റെ കാരുണ്യത്തിന്റെ ഉറവിടങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ സഭ യഥാർത്ഥ ജീവിതം നയിക്കുന്നു. ഇത് ജോൺ പോൾ മാർപ്പാപ്പയുടെ വാക്കുകളാണെങ്കിൽ അത് ഏറ്റെടുക്കുന്ന ഈ ശാന്തിഭാവന്റെയും അഭയത്തിന്റെയും ആ ആഹ്വാനം നിങ്ങളുടെ എല്ലാവരിലേക്കുമാണ്. ദൈവത്തിന്റെ ഈ കരുണയുടെ മുഖം കാണിക്കാൻ നമ്മളൊക്കെ ജാതി മതഭേദം പറ്റി വിളിക്കപ്പെട്ടവരാണ്. ഇങ്ങനെയുള്ള മലയിൽ ജാതിയും മതമോ ഇല്ല, നമുക്കറിയാം. എല്ലാവരും കാരുണ്യം ആവശ്യപ്പെടുന്നു. പക്ഷെ എപ്പോഴും ഓർക്കേണ്ടത്, ഇപ്പോൾ ഞാനും കണ്ടു ഇവിടെ നിങ്ങൾ ഈ ബോക്സിൽ സംഭാവന ഇടുന്നതായിട്ട് അതാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ഔദാര്യമായിട്ട് കാണില്ല. നമ്മുടെ മിച്ചത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരാവശ്യം അങ്ങനെയല്ല. നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് പാപമാണ് എന്നുള്ള വിചാരം നമുക്കുണ്ടാകണം. അപ്പോഴാണ് കരുണയുടെ യഥാർത്ഥ മുഖം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയാം. കാരണം നമുക്കൊന്നും സ്വന്തമായിട്ടില്ല.
എല്ലാം ദാനമാണ്. നമുക്കുള്ളതെല്ലാം ദാനമാണ്. നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും എന്നിവിടെ നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നത്, നടന്നു വരാൻ സാധിക്കുന്നു, തിരിച്ചു പോകാൻ സാധിക്കുന്നു, നമുക്ക് ലഭിക്കുന്ന ഭക്ഷണവും വിദ്യാഭ്യാസം എല്ലാം ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിന്റെ ദാനങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ കരുണയും ദൈവമാകുന്ന ആ കരുണയും നമ്മളെല്ലാവരും ലേശിയേറാനുള്ള ഒരു മാർഗമാണ് നമുക്കിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. ഈ പഞ്ചായത്തിലും ഈ കോൺസ്റ്റിറ്റ്യുവൻസിലും എല്ലാം കൃത്യമായിട്ട് കരുണയുടെ വാക്കനായി നമ്മളെല്ലാവരും തീരണം. അങ്ങനെയാകാൻ നല്ലവനായ ദൈവം അനുഗ്രഹിക്കേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം ഞാൻ പ്രസംഗിക്കുന്നു. പിതാവിനും അഭ്യന്യ ആൻഡ്രൂസ് പിതാവിനും ഇവിടെയുള്ള എല്ലാ സിസ്റ്റേഴ്സും ചക്കാട് കുന്നത്തുര ജോയി കുന്നൂരച്ഛനും നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇനി. അതിനായി നിലവിളക്ക് കൊളുത്തുവാൻ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒന്ന് കൈയടിക്കാൻ നമുക്ക്. കാരണം ഇവിടെ പെരുമ്പശ്ശേരിക്കുള്ള ലിങ്ക് സെന്ററാണ്, അതിന്റെ ഉദ്ഘാടനമാണ്. നിങ്ങൾക്കുള്ള ഒരു ലിങ്ക് സെന്റർ, തികച്ചും സൗജന്യമായുള്ള ഒരുപാട് കാര്യങ്ങൾ തൊട്ടടുത്ത് കിട്ടുന്ന ഒരു സെന്റർ തൊട്ടടുത്ത് വരികയാണ്. അപ്പൊ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാദർ മാർ ജോസഫ് കാരിശ്ശേരി, ഒപ്പം ഫാദർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് നാട്. ശ്രീമതി ഗീത ഗോപി, പി കെ ലോഹിതാക്ഷൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഇനി അധ്യക്ഷ പ്രസംഗത്തിന്റെ സമയമാണ്. അതിനായി ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലെ ചീഫ് പേറ്റനും അഭയം പാലിയേറ്റീവ് കേന്ദ്ര ചെയർമാനുമായിട്ടുള്ള ഫാദർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് നാടത്ത് അവരുടെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അഭയം ശാന്തിഭവൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ചേർപ്പ് വല്ലച്ചിറ പഞ്ചായത്തുകളിലെ റീജിയണൽ സെന്ററിന്റെ ഉദ്ഘാടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ നമ്മിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അഭിമന്യ ജോസഫ് കാരിശ്ശേരി പിതാവേ, പ്രിയപ്പെട്ട നമ്മുടെ MLA, ഇനി ഈ സെന്ററിന് ശക്തമായ നേതൃത്വവും സാന്നിധ്യവും പ്രവർത്തനവും നൽകിക്കൊണ്ടിരിക്കുന്ന ഞാൻ നൽകുന്ന പ്രിയപ്പെട്ട MLA ശ്രീമതി ഗീത ഗോപി, മദർ മരിയ ക്യാര, പ്രിയപ്പെട്ട പലപ്പോഴും ഇതിന് തന്നെ നേതൃത്വം വഹിച്ച് മിക്കവാറും യോഗങ്ങളിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ലോഹിതാക്ഷൻ, പ്രിയപ്പെട്ട IV സെബാസ്റ്റ്യൻ, ഫാദർ ഫ്രാങ്കോയ് കൂത്തു, പിന്നെ വേദിയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഈ മേഖലയിലെ തുമ്പിപ്രിയത്ത് ജെൻസൺ മിൽട്ടൺ, പിന്നെ ജെൻസൺ തുടങ്ങി എല്ലാവരുടെ പേര് ഞാൻ പറ്റി ഓർക്കുന്നില്ല.
അപ്പൊ പ്രിയപ്പെട്ട വേദിയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചേർപ്പോ വല്ലച്ചിറ പഞ്ചായത്ത് മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന സിസ്റ്റർ തെരസീന, ജീവിതത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന തെരസീന സിസ്റ്റർ അടക്കം ഉള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പാവങ്ങളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന അഭ്യുന്നതി ജോസഫ് പുള്ളിയുടെ പിതാവിന് ജനിച്ചിട്ട് 100 വർഷം ജന്മശതാബ്ദി ഇന്നലെ അതിന്റെ ആഘോഷമായി. ഈ അവസരത്തില് ഇവിടെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള സംസാരത്തിൽ ഞാൻ പറയുകയുണ്ടായി, കേരളത്തില് ഓർഫനേജുകളുടെ കാലം പൊതുവെ കുറഞ്ഞു തുടങ്ങി. 28 ഓർഫനേജുകൾ തൃശ്ശൂർ അതിരൂപതയുടെ കീഴിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓരോന്ന് ഓരോ വർഷം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ തൃശ്ശൂർ അതിൽ 2 ഓർഫനേജുകൾ ഇല്ലാതാക്കി. ഇനിയും കുറേ ഓർഫനേജുകൾ ഇല്ലാതാകും. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ആക്ട് പ്രകാരമുള്ള അതിന്റെ പ്രതിസന്ധികൾ ഓർഫനേജ് നടത്തിക്കൊണ്ടുപോവുക പ്രായോഗികമല്ല. 2, കുട്ടികളില്ല. ഇന്ത്യയിൽ യുവജനങ്ങൾ കൂടി വരുന്ന സംസ്ഥാനങ്ങളാണ് മറ്റുള്ളതെല്ലാം. പക്ഷേ യുവജനങ്ങളും കുട്ടികളും കുറയുന്ന ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ, അത് കേരളമാണ്. 2 കാരണങ്ങൾ കൊണ്ടാണ് കേരളത്തിലെ കുറയുന്നത്. ഒന്ന്, കേരളത്തിലെ യുവജനങ്ങൾ പലപ്പോഴും ജോലിയുടെയും മറ്റും പലവിധ ആവശ്യം ജോലി തേടിയും മറ്റുമൊക്കെ കേരളത്തിൽ പുറത്തേക്ക് പോകുന്നു. പഠനത്തിന്റെ ജോലിയുടെ പേരിൽ ജോലി കേരളത്തിൽ പൊതുവെ കുറയുന്നു. അതേസമയത്ത് കുടുംബങ്ങള് കുട്ടികളില്ലാതാണ്. എന്നാൽ കേരളത്തിന്റെ മറ്റൊരു ചിത്രമുണ്ട്. കേരളത്തിലെ പ്രായമേറിയവർ ഏറി വരും. ഈ പ്രായം കൂടുതൽ ഉള്ളത് നിങ്ങൾക്ക് ചില ഇപ്പൊ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാം. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിലെ ഇന്ത്യക്ക് പുറത്തേക്ക് പോയിരിക്കുന്നത്. അവിടെ ഒരുപാട് വലിയ കൊട്ടാരങ്ങളാണ്. നമ്മുടെ നാട്ടിലും അതില്ലാതില്ല. ഈ നെല്ലുനഗർ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അവിടെ വലിയ വീടുകളുണ്ട്. അതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രായമായ അച്ഛനും അമ്മയും മാത്രമായിട്ടുള്ള വീടുകൾ. അതിൽ ഓരോന്നായിട്ട് ഈ അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കും. മദർ തെരേസ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞൊരു വാക്കുണ്ട്, ഏറ്റവും വലിയ ദാരിദ്ര്യം ഏതാണ്? ഏറ്റവും വലിയ ദാരിദ്ര്യം സ്നേഹത്തിന്റെ ദാരിദ്ര്യമാണ്. എന്നെ ആർക്കും വേണ്ട എന്നുള്ളൊരു ചിന്തയുടെ ദാരിദ്ര്യം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾ പത്രത്തിൽ ബോംബെയില് ഒരു മരിച്ച സ്ത്രീയുടെ മകൻ എന്നിട്ട് വന്ന് നോക്കിയപ്പോൾ, നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ല, മകൻ വന്ന് നോക്കി കഴിയുമ്പോഴാണ് ദിവസങ്ങളില്ല, ആഴ്ചകൾ മാസങ്ങളായിട്ട് ഇരുന്ന് മരിച്ചൊരു സ്ത്രീയെ നോക്കാൻ അടുത്തുള്ളവർ പോലും അറിഞ്ഞില്ല. കാരണം ബോംബെയിലെ ഫ്ലാറ്റുകളുടെ സ്ഥിതി അറിയാം, ആരും അടുത്ത് താമസിക്കുന്ന ആരാണെന്ന് ചിന്തിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് പട്ടണത്തിലെ ഫ്ലാറ്റുകളിൽ മാത്രമാണ്. ഈ ചേർപ്പ് പലചിറ പഞ്ചായത്തുകളിലേക്കും ഇത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലെ ആതുര ശുശ്രൂഷയുടെ വലിയ മേഖല സാന്ത്വന പരിരക്ഷ അഥവാ പാലിയേറ്റീവ് കെയറാണ്. തൃശ്ശൂർ അതിരൂപത അതിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ ഇനി നമുക്ക് ഓർഫനേജുകളും മറ്റു പുനരധിവാസ കേന്ദ്രങ്ങളും എന്നതിനേക്കാൾ അപ്പുറത്ത് ഇനി അതിന് പ്രവർത്തിക്കേണ്ട മേഖല ഏതൊക്കെ ചിന്തിച്ചപ്പോൾ അവിടെയാണ് വന്നത് ഇനി പാലിയേറ്റീവ് കെയറാണ്. അതിന് പാലിയേറ്റീവ് കെയറാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം. അത് പണക്കാരോ പാവപ്പെട്ടവരോ എന്നൊരു വ്യത്യാസമില്ല. നമ്മൾ ഇതുവരെയൊക്കെ ചിന്തിച്ചിരുന്ന സമൂഹത്തിലെ ഏറ്റവും അധികം പാവപ്പെട്ടവര്, ഞാൻ പറയുന്നത് ഇന്ന് പലപ്പോഴും കൊട്ടാരത്തിലെ പാവപ്പെട്ടവരെന്നാണ് ഞാൻ പറയുന്നത്. ഈ വളരെ പാവപ്പെട്ടവരുടെ വീട് ചെറുതായതുകൊണ്ട് ചിലപ്പോൾ അടുത്തുള്ളവരൊക്കെ ഒന്ന് എത്തിച്ചു നോക്കിയിട്ട് വരും. കുറച്ചുകൂടി ആരെങ്കിലും മദർ തെരേസ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്നെ ആർക്കും വേണ്ട എന്നുള്ള ചിന്തയാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്നവർ വിഷമിക്കുന്നവർ അവർ തന്നെയാണ്.
മിക്കവാറും പണം ഉണ്ടായിട്ട് മക്കള് തിരിഞ്ഞു നോക്കാത്ത വീട്ടിലെ സ്ത്രീകളുടെ പുരുഷന്മാരുടെ കാരണന്മാരുടെ ആരും തിരിഞ്ഞു നോക്കാത്ത അത്രയ്ക്ക് വേദന കുടിലുള്ള ഈ പ്രായമായിട്ട് രോഗികളായിട്ടുള്ളവർക്ക് ഇല്ല എനിക്ക് തോന്നുന്നു. ഞാനിത് എന്റെ തന്നെ ഒരു അനുഭവം പറയാം. പണ്ട് ഞാനൊരു പള്ളിയിരിക്കുമ്പോ ഒരു വീട് സന്ദർശനത്തിന് പോയപ്പോ പാവപ്പെട്ട ഒരു വീട്ടിൽ ചെന്ന് കുടില്, ശരിക്കും കുടില്. അവിടുത്തെ കുടുംബനാഥൻ ഒരു 40-42 വയസ്സേ ഉള്ളൂ. അയാള് ഈ കട്ടിലിന്റെ കിടപ്പാണ്, ഭാര്യയ്ക്ക് സുഖമില്ല. അവിടെ വല്ലപ്പോഴൊക്കെ പോയി കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞ ഒരു ജോലി കൊണ്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ജീവിക്കാൻ പറ്റുന്ന 2 പിള്ളേരുണ്ട്. എനിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീട് കണ്ടപ്പോ അവരുടെ സ്ഥിതി കണ്ടപ്പോ വലിയ വിഷമമായി. കാരണം എങ്ങനെ ജീവിക്കുന്നു? ആ സ്ത്രീയും സുഖമില്ലാതിരിക്കുന്ന പിള്ളേരുണ്ട്. ഞാൻ സ്ത്രീയോട് ചോദിച്ചു, ജീവിതം ആകെ വിഷമം. ഞാനിങ്ങനെ അറിയാണ്ട് പറഞ്ഞു പോയി, പറയാൻ പാടില്ലാത്ത ആകെ വിഷമല്ലേ, എങ്ങനെ ജീവിക്കുന്നേ? ആ സ്ത്രീ എന്നോട് പറഞ്ഞത് ഇന്നും എന്റെ മനസ്സിലുണ്ട്. അച്ഛാ, ഞങ്ങളിവിടെ ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുക. ഞങ്ങൾക്ക് രോഗമുണ്ട്, ജോലിയില്ല, മക്കളെ പഠിപ്പിക്കാൻ ഈ കുട്ടികൾ ഓർമ്മയിൽ ആത്മഹത്യ ചിന്തയുണ്ട്, ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷെ അച്ഛൻ ഞങ്ങളെക്കാൾ ആ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ അവിടുത്തെ ആ സ്ത്രീയേക്കാൾ സന്തോഷം സമാധാനമായിട്ട് ജീവിക്കുന്നത് ഞാൻ തൊട്ടപ്പുറത്തേക്ക് നോക്കി വലിയൊരു വീട്. അവിടെ പറയുക, അവിടുത്തെ ആ പുരുഷൻ മദ്യപാനം നടത്തി ചിലപ്പോൾ രാത്രി പല വീട്ടുകളിൽ കൊണ്ടുവന്ന് എന്നും തല്ലും. അങ്ങനെ ഒരു നാശത്തിന്റെ ശപിച്ച വീട്. അവിടെ പ്രായമായിട്ടുള്ള സ്ത്രീയുണ്ട്. ഒരു മനുഷ്യൻ ആ മരുമോള് നോക്കുന്നതല്ലേ, പക്ഷെ മക്കള് തിരിഞ്ഞു നോക്കാത്ത കാരണന്മാര്. മദർ തെരേസ നൽകിയൊരു സന്ദേശം ഇതാണ്: നിങ്ങളെ ഞങ്ങൾക്ക് വേണം. പരീക്ഷ കെയറിന്റെ വളണ്ടിയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ഒറ്റ സേവനം ഇതാണ്. നിങ്ങൾ സാധുവിന്റെ പരിരക്ഷയ്ക്ക് നിങ്ങൾ ഈ പ്രായമായിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ, വളണ്ടിയർ ചെല്ലുമ്പോൾ, നിങ്ങൾ മക്കളെ നോക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മക്കള് പലപ്പോഴും നാട്ടിലില്ല, നോക്കാൻ പറ്റുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങളുടെ നാട്ടുകാര് ഞങ്ങൾ നോക്കാൻ. ഇവിടെ ജാതിയോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ല. എല്ലാവരും ദൈവത്തെ കാണുന്നവരാണ്. അങ്ങനെയാകണം. അങ്ങനെ മനുഷ്യനിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുമ്പോൾ അതാണ് ശരിയായിട്ടുള്ള ആരാധനയുടെ ഒരു ഭാഗം. ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ദൈവഛായുള്ള മനുഷ്യനിലെ ദൈവത്തെയും കാണും. അങ്ങനെ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള ചിന്തയോട് നോക്കുമ്പോ കർക്കട്ടയിലെ കാളികളിലെ കാളിയുടെ അമ്പലത്തിന്റെ സൈഡിൽ ആരംഭം കുറിച്ചതാണ് മദർ തെരേസയുടെ ആദര ശുശ്രൂഷ. ആദ്യത്തെ ആദര ഭവനം ഒരു കന്യാസ്ത്രീ തുടങ്ങിയത് അമ്പലത്തിന്റെ സൈഡിലാണ്. അങ്ങനെയുള്ളൊരു നാടാണ് ഭാരതം. അവിടെ ജാതി നോക്കിയിട്ടല്ല മനുഷ്യൻ സ്നേഹിക്കുന്നത്. ഏത് മനുഷ്യനായാലും സ്നേഹിക്കണം. ഇതാണ് പാലിയേറ്റീവ് കെയറിന്റെ ചൈതന്യം. അതുകൊണ്ടാണ് ഈ അച്ഛനും കന്യാസ്ത്രീയും കൂടി നടത്തുന്ന ഈ പാലിയേറ്റീവ് കെയർ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഇങ്ങനൊരു പാടും ഞാൻ അമ്പലത്തിന്റെ സൈഡിൽ തന്നെയാണ് തുടങ്ങിയപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. അങ്ങനെ തന്നെ വേണ്ടത്. ഇവിടെ മതം നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. ഏതൊരു മനുഷ്യനെയും സ്നേഹിക്കുമ്പോൾ അതാണ് ശരിയായിട്ടുള്ള വിശ്വാസത്തിന്റെ ദർശനം, ക്രൈസ്തവ ദർശനം. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ MLA ഗീതയ്ക്ക് നല്ല പണിയായി പറഞ്ഞു ലോകിതാഷ്. തീർച്ചയായിട്ടും ലോകിതാഷിനും എല്ലാവർക്കും ഉണ്ട്. നിങ്ങളോട് പറയുന്നത് ഇതാണ്: ഈ പ്രവർത്തന മേഖലയിൽ ചെയ്യുന്നത് വലിയ സേവനമാണ്. വല്ലച്ചിറ ചേർപ്പ് പഞ്ചായത്തുകൾ ഇതിന് നേതൃത്വം വന്നപ്പോൾ ഇവിടെ പ്രായമായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചും സാന്ത്വന പരീക്ഷ ഡോക്ടർമാർ വീട്ടിൽ വന്ന് സാധിക്കുന്ന പോലെ ചെയ്യുക. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം, പഞ്ചായത്തിന്റെ സഹകരണം ഉണ്ടാകണം, കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ സഹകരണം. ഇനി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ട മേഖല ഇതാണ്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് അനുമോദനങ്ങളും ആശംസകൾ അർപ്പിക്കുകയാണ്. ഇത് സമൂഹത്തിന് ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്നവർക്കുള്ള ഒരു സഹായത്തിന്റെ കേന്ദ്രമായി, പ്രവർത്തന മേഖലയായി എല്ലാവരുടെയും ജാതിമതഭേദത്തിന്റെ എല്ലാവരുടെയും സഹകരണത്തോടെ വിജയിക്കട്ടെ എന്നുള്ളതാണ് ആശംസ. ഇതിനുവേണ്ടി എന്ത് പ്രവർത്തിക്കണമെന്ന് അറിഞ്ഞപ്പോഴാണ് ഈ FSC സിസ്റ്റേഴ്സ് തുടങ്ങിയത്.
നിങ്ങൾക്കറിയാം പല്ലിശ്ശേരി ഇപ്പൊ ഈ പ്രദേശത്ത് ചേർപ്പനേക്കാൾ വലുതായോ എന്നൊരു ആശങ്ക ചിലരൊക്കെ പ്രകടിപ്പിക്കാതില്ല. പ്രത്യേകിച്ച് പല്ലിശ്ശേരി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ഈ പാലിയേറ്റീവ് ആശുപത്രി കണ്ടു കഴിഞ്ഞാൽ ആകെ പല്ലിശ്ശേരിക്കാർക്ക് വലിയ, അതുകൊണ്ട് ചേർപ്പുകാർ ഒട്ടും പറഞ്ഞെങ്കിൽ അവര് ചേർപ്പ് അവരോട് പറഞ്ഞു ഒരു തരത്തിലും ചേർപ്പാര് തന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ ഉയർന്നു തന്നെ നിൽക്കുന്ന ഇനി നിങ്ങൾ ഈ പ്രവർത്തനം കൊണ്ട് ഉയരട്ടെ എന്നുള്ളത് തന്നെയാണ് എന്റെ ആശങ്ക. എനിക്ക് വലിയ സന്തോഷമുണ്ട്. എങ്ങനെയാണ് പിന്നെ ആരെ സഹായിക്കും? ഈ ജോയ് കൂട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു അമ്പലം ചെറുതാണെങ്കിലും കണ്ടം ചെറുതാണെങ്കിലും ഇപ്പോ പ്രത്യക്ഷം കുറച്ച് കൂടുതൽ വരും. ഓടി നടക്കുന്ന പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ അങ്ങനെ ഒരാൾ ഉച്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചാർജ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ആര് സഹായിക്കും നോക്കിയപ്പോഴാണ് ഈ പല്ലിശ്ശേരിയിലെ സിസ്റ്റേഴ്സ്, പിന്നെ മറ്റു പല കോൺഗ്രേഷൻ സിസ്റ്റേഴ്സും പിന്നെ ഡോക്ടേഴ്സും പല ഡോക്ടേഴ്സും തയ്യാറായി വന്നത്. വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ അവർ വലിയ ആശുപത്രി സിസ്റ്റേഴ്സിന് കൂടി സഹായത്തോടെ അല്ലെങ്കിൽ നേതൃത്വത്തോടു കൂടിയാണ് വന്നത്. ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഓർഗനൈസേഷന് തന്നെ ഇപ്പോ വലിയ സ്ഥാനക്കയറ്റം കിട്ടിയിരിക്കുകയാണ്. അത് പാലിയേറ്റീവ് കെയർ തുടങ്ങിയതുകൊണ്ടാണെന്നാണ് എന്റെ ഒരു ചിന്ത. അപ്പൊ ആ ഇരിക്കുന്ന സിസ്റ്റർ മരിയ ക്യാരാണ് പേര്. ആ സിസ്റ്റർ ഇപ്പോ ഇതുവരെയൊക്കെ ഇറ്റാലിയൻസും മറ്റുള്ള തന്നെയായിരുന്നു അവരുടെ സുപ്പീരിയർ. ഏറ്റവും ഉന്നത അധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ സുപ്പീരിയർ. ഞങ്ങൾ കത്തോലിക്കർക്ക് കൃത്യം അറിയാം കത്തോലിക്ക ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്പീരിയർ ജനറൽ. ഒരു രൂപതയുടെ തലവൻ ആരാണെന്ന് വെച്ചാൽ മെത്രാന. ഇതുപോലത്തെ കന്യാസ്ത്രീകൾക്ക് ഓരോരുത്തരുടെ കോൺഗ്രിഗേഷൻ പറയും അവരുടെ തലവൻ ഏറ്റവും അധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ യൂറോപ്യൻസ് ആയിരുന്നു. ഈ പാലിയേറ്റീവ് കെയറിന് ഈ കേരളത്തിലുള്ളവരെ സഹായിക്കാൻ തുടങ്ങിയതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ആശുപത്രി തുടങ്ങിയതുകൊണ്ടാണെന്ന് അറിയില്ല. ഏതായാലും ഞാൻ ആ കേരളത്തിൽ എടുക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ അതിന്റെ ഏറ്റവും സുപ്പീരിയർ ജനറൽ, ഏറ്റവും വലിയ ആളായിട്ട് ഈ മരിയ ക്യാരി സിസ്റ്റർ ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് പാലിയേറ്റീവ് കാരണമായത് സന്തോഷത്തോടെ മതിയാണ്. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഒന്നുകൂടി സിസ്റ്റർ ഇത്രയും വലിയ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ സുപ്പീരിയർ ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഇതുവരെ യൂറോപ്യൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് യൂറോപ്പിന് പുറത്തു നിന്ന് അത് നമ്മുടെ സ്വന്തം ആളുടെ തെരഞ്ഞെടുപ്പിലുള്ള സന്തോഷം ഞാൻ ഒന്നുകൂടി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എനിക്ക് ഞാനിപ്പോ ഒരു പരിപാടി ഇങ്ങനെ ഇന്ന് ഓട്ടപ്രദർശനത്തിലാണ്. ഞാൻ വേഗം പോകുന്നതുകൊണ്ട് ഇനി മൂവാറ്റുപുഴയ്ക്ക് ഹോട്ടലിന് ഓടണം. ഞാൻ അതിന്റെ ഓട്ടത്തിൽ തന്നെയാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കുന്നു വിചാരിക്കുന്നത് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു പൊന്നാട അണിയിക്കൽ ചടങ്ങാണ്. കാരണം ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലെ കോ ഫൗണ്ടറും ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള സിസ്റ്റർ മറിയ ക്യാര FSC സന്യാസ സമൂഹത്തിന്റെ മദർ ജനറലായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഈ സന്തോഷവേളയിൽ നമ്മുടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ സിസ്റ്റർ മരിയ ക്യാരയെ പൊന്നാട അണിയിക്കുന്നതിനായി ആർച്ച് ബിഷപ്പ് ഡാൻ ആൻഡ്രൂസ് നടത്തുന്നവരെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. കാരണം മദർ ജനറലായി ഉയർന്നിരിക്കുന്ന സിസ്റ്റർ മരിയ ക്യാരയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു ഫാദർ ആർച്ച് ബിഷപ്പ് ഡാൻ ആൻഡ്രൂസ് നടത്തുന്നവർ. മറുപടി പ്രസംഗത്തിനായി സിസ്റ്റർ മരിയ ക്യാര അവരെ സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിലേക്ക്. തൃശൂർ അതിരൂപത അധ്യക്ഷനും അഭിയം പാലിയേറ്റീവ് കെയർ ചെയർമാനും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ചീഫ് പെട്രോമായ അഭിവന്ദമാർ ആൻഡ്രൂസ് പിതാവേ, കോട്ടക്കുളം രൂപതയുടെ അധ്യക്ഷനും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ പെട്രോമായ അഭിവന്ദമാർ ജോസഫ് കാക്കശ്ശേരി പിതാവേ, പോയെങ്കിലും സാറില്ല. നാട്ടിക നിയോജക മണ്ഡല MLA ബഹുമാനപ്പെട്ട ശ്രീമതി ഗീത ഗോപി അവർക്ക്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള പാലിയേറ്റീവ് പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ,
FSC സന്യാസ സമൂഹം ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി വിശുദ്ധ ഫ്രാൻസിസിന്റെയും വിശുദ്ധ ക്ലാരയുടെയും മാതൃകയും ചൈതന്യവും ഉൾക്കൊണ്ട് നല്ല സമരക്കാരുടെ സേവന മനോഭാവം ജീവിതത്തേക്ക് പകർത്താൻ വിളിയും ദൗത്യം സമർപ്പണ ജീവിതത്തിലൂടെ ഏറ്റെടുത്തിട്ടുള്ള കൂട്ടായ്മയാണ്. ഞങ്ങളുടെ പൂർവ്വ മാതാക്കൾ ഈ സഭാ സമൂഹം ആരംഭിച്ചപ്പോൾ ആകെ 10 സഹോദരിമാരാണ് ഉണ്ടായിരുന്നത്. അന്ന് ഇറ്റലിയിൽ സമ്പന്ന കുടുംബങ്ങളിൽ ജീവിച്ചിരുന്നവർ ക്രിസ്തു സ്നേഹത്തിൽ പ്രചോദിതരായി നാടും വീടും ഉപേക്ഷിച്ച് വീടുകളിൽ കഴിയുന്ന കിടപ്പ് രോഗികളെ പരിചരിക്കാൻ ആരംഭിച്ചു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ കാലഘട്ടത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും ആവശ്യ സേവനമാണ് വീടുകളിൽ ചെന്നുള്ള രോഗി പരിചരണമെന്ന് അഭിവന്ന ആൻഡ്രൂസ് താഴത്ത് പിതാവും നമ്മുടെ ബഹുമാനപ്പെട്ട ജോയ്പുത്തൂരച്ചനും സിസ്റ്റേഴ്സും പ്രത്യേകിച്ച് സിസ്റ്റർ റൊസാർഡിയും സഭാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ ഫലമാണ് ഇന്ന് 4 വർഷത്തോളം പിന്നിട്ട ശാന്തിഭവന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ. ഈ സേവന പ്രവർത്തനങ്ങൾ ക്രമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അഭിവന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ് സ്ഥാപിച്ച അഭയം പാലിയേറ്റീവ് പല്ലിശ്ശേരി കുഞ്ഞിന്മേൽ സ്ഥാപിതമായ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലും സംയുക്തമായാണ് നമ്മുടെ രാജ്യത്ത് പാലിയേറ്റീവ് സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചീഫ് ഫെഡറായി പ്രവർത്തിക്കുന്ന അഭിവന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവിനോടും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനോടും നഴ്സേഴ്സിനോടും കമ്മിറ്റി വോളണ്ടിയേഴ്സിനോടും എല്ലാ സ്റ്റാഫ് അംഗങ്ങളോടും ബ്ലോക്ക് തലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും യൂണിറ്റ് തലങ്ങളിലും നിതാന്ത ജാഗ്രതയോടെ അഭയം ശാന്തിഭവൻ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നാനാജാതി മധ്യസ്ഥരായ എല്ലാ സഹോദരി സഹോദരന്മാരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തിന് വളരെ ഉപകാരപ്രദമായ പാലിയേറ്റീവ് സേവനങ്ങൾ രാത്രി പകൽ വ്യത്യാസമില്ലാതെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സന്യാസ സമൂഹത്തിലെ പ്രിയപ്പെട്ട സഹോദരിമാരെയും മദർ ജനറൽ എന്ന നിലയിൽ ഈ വേദിയിൽ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു. ഉപകാരപ്രദമായ ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്നുകൊണ്ട് ഗുണാംശികളായി ഫെലോഷിപ്പ് അംഗങ്ങളായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. FSC സന്യാസ സമൂഹത്തിന്റെ മദർ ജനറൽ എന്ന നിലയിലും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന നിലയിലും നിങ്ങൾ നൽകിയ ആദരത്തിന് എന്റെ സന്യാസ സമൂഹത്തിന്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നിങ്ങൾക്ക് നമസ്കാരം. താങ്ക് യു സിസ്റ്റർ. ഇനി മുതിർന്നവർക്കുള്ള സൗജന്യ OP ഉദ്ഘാടനമാണ്. ഈ ഒരു ഉദ്ഘാടനം നിർവഹിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീമതി ഗീതാ ഗോപി അവർ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത് നല്ലൊരു കൈയടി കൊടുക്കാം. ശ്രേഷ്ഠവും അതിലേറെ ആദരണീയമായ ഈ സദസ്സും ഈ ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ച പ്രിയപ്പെട്ട മാർ ജോസഫ് കനകശ്ശേരി അവர்களെ, ഈ ചടങ്ങിൽ ആദരേറ്റ് വഹിക്കുന്ന ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന ദൈവത്താൽ തുല്യം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഫാദർ ജോയ് പുത്തൂർ അവர்களെ, അതിലുപരി അധ്യക്ഷ പ്രസംഗം നടത്തിയ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിങ്കൽ അവர்களെ, വേദിയിൽ മറ്റു ഉപേക്ഷിതരായിരിക്കുന്ന ജനപ്രതിനിധികളായ എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ജെംസൺ മിൽട്ടൻ, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഉജ്ജ്വലനായിട്ടുള്ള പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകനും TK ലഘുദാക്ഷരൻ, വേദിയിൽ മറ്റു ഉപേക്ഷിതരായിരിക്കുന്ന എന്റെ ഗുരുജനങ്ങളെ, സദസ്സിലിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം. അഭയം ശാന്തിഭവൻ ഒരു പഞ്ചായത്തിലെ 2ാമത്തെ റീജിയണൽ സെന്റർ ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിച്ചു. ജനപ്രതിനിധികൾക്കറിയാം ജനങ്ങളുടെ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞ വാക്കുകളെ ഞങ്ങൾ ഹൃദയത്തിലേറ്റിരുന്നു. ആ പ്രയാസങ്ങൾ എന്നും തിരിച്ചറിയാൻ ജനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഞങ്ങൾക്ക് ചേർപ്പിന്റെ
ഏറ്റവും ഹൃദയഭാഗത്ത് പാലിയേറ്റീവ് പ്രവർത്തനം നടത്താൻ ഫാദർ ജോയി മുത്തുവിനെ പോലുള്ള ഊർജസ്വലതയും അതിനേക്കാൾ കൂടുതൽ ദൈവ സാന്നിധ്യത്തിന്റെ ഒരു അർപ്പിതവും മഹത്തായ പ്രവർത്തനത്തിന്റെ ഏറ്റവും വ്യക്തിത്വത്തെ ലഭിച്ച പ്രിയപ്പെട്ട ഫാദറിന്റെ ഈ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സിസ്റ്റേഴ്സിന്റെ പാലിയേറ്റീവ് പ്രവർത്തനം ഏതൊക്കെ നിലവാരത്തിൽ എത്തണം എന്നതിനെ കുറിച്ചുള്ള അവരുടെ അകമഴിഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം സംയോജിപ്പിച്ചു വന്നപ്പോൾ ഞാനിപ്പോൾ ഒരു നിമിഷം ഓർക്കുകയാണ് ശാന്തികരന്റെ ആ കുന്നിന്റെ മുകളിലുള്ള സ്ഥാപനത്തിന്റെ ഒരുപക്ഷെ പ്രഭാപൂരിതമായിട്ടുള്ള ചെറിയുന്ന ആ ഭവനം മനുഷ്യ ശരീരത്തിന്റെ ഒരു തരി ജീവൻ നിലനിൽക്കുന്നുവെങ്കിൽ ആ ജീവനെ എങ്ങനെ സംരക്ഷിക്കണം എന്നതിനെ കുറിച്ചല്ലാതെ ജാതിയുടെയോ മതത്തിന്റെയോ മറ്റു വിവേചനമോ ഒന്നും നമ്മുടെ ഹൃദയത്തിൽ ഏൽക്കാതെ നമുക്കത് പകർന്നു തരുന്നു. രണ്ടാമത് പാലിയേറ്റീവ് പ്രവർത്തനം ചേർത്തിന്റെ ഈ മണ്ണിൽ, ചൊവ്വൂരിന്റെ മണ്ണിൽ ഞങ്ങളെല്ലാവരും അത് ഏറ്റെടുക്കാൻ കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ സജ്ജരാണ്. ജോയ് ഫാദർക്ക് ഞങ്ങൾ എപ്പോൾ ഈ നിമിഷം മുതൽ ഞങ്ങൾ ഉറപ്പു നൽകരുത്. ജൻസനുണ്ട്, മിൽട്ടനുണ്ട്. ഈ ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആദ്യം ശ്രമിക്കുന്ന ലോകചേട്ടൻ, ഞങ്ങളെല്ലാ ജനപ്രതിനിധികളും ഈ പാലിയേറ്റീവ് പ്രവർത്തനം ഈ ജനങ്ങളുടെ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഒരു സംരക്ഷണത്തിനെ, ജോയച്ചന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രവർത്തനത്തിനെ എല്ലാ നിലവാരത്തിലും ചുക്കാൻ പിടിക്കാൻ ഞങ്ങളെല്ലാവരും ഈ സദസ്സിലിരിക്കുന്നവരെ മുൻനിർത്തി സാക്ഷ്യത്തിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള. കാരണം ഇതൊരു വാക്കിൽ ഒതുങ്ങുന്നതല്ല. ഒരു പക്ഷേ സമൂഹം പറയുന്ന ജനാധിപത്യത്തിന്റെ വെല്ലുവിളികളെല്ലാം ഒരു വാക്കിലും ഒരു പ്രസംഗത്തിലും ഒരു പൊങ്ങച്ചത്തിലും നിലനിൽക്കുമ്പോൾ അത് ഒതുങ്ങി നിൽക്കാതെ തന്നെ താഴെത്തട്ടിൽ ഇറങ്ങി ജനങ്ങൾക്ക് അത് സംഭാവന ചെയ്തെന്ന് പറയാനാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം പാലിയേറ്റീവ് പ്രവർത്തനം ജോയച്ചിന്റെ നേതൃത്വത്തിലുള്ള ഈ അഭയം ശാന്തി ഭവൻ, ഞാനും ഒരുപക്ഷെ കേരളത്തിന്റെ നിയമസഭാ സാമാജികൻ ഉൾപ്പെടെയുള്ള MLA മാരുടെ ആ പരിപാടിയിൽ വന്നതാണ്. ആ ശാന്തി ഭവനത്തെ ഉദ്ഘാടനം അത്രയും നല്ലൊരു സ്ഥാപനത്തിന്റെ പ്രവർത്തനം നമ്മുടെ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നുവെങ്കിൽ ആ ജനത്തിന്റെ സംരക്ഷണം ജനപ്രതിനിധികളായ ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഈ നിമിഷത്തിൽ ഓർക്കേണ്ടത്. അന്ന് ഫാദേഴ്സിന്റെ പ്രസംഗം ഞങ്ങളിവിടെ കേൾക്കേണ്ടത്. സ്വാഗത പ്രസംഗത്തിൽ പോലും പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ മികവ് എത്ര കണ്ട് ഉയർത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഇതൊരു വെറും വാക്കല്ല, കാര്യക്ഷമതയോടുള്ള പ്രവർത്തനമാണ്. മരണക്കിടക്കയിൽ പോലും അശാന്തി നേടുന്ന ഒരു മനുഷ്യനെ ശാന്തി പകരാൻ, സ്നേഹം പകരാൻ ഒരു സാന്ത്വനത്തിലൂടെ, ഒരു സ്പർശത്തിലൂടെ നമുക്ക് കഴിയുമെങ്കിൽ ആ ആരോഗ്യം സുരക്ഷിതമാക്കാൻ ദൈവത്തിനോട് നമ്മൾ പറയുന്നു, കടപ്പെട്ടിരിക്കുന്നു. എന്റെ ഹൃദയം ഇതിനു വേണ്ടി കുതിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ സജ്ജരാമൻ രംഗത്തിറങ്ങണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ OP മുതിർന്നവർക്കുള്ള സൗജന്യ OP ഉദ്ഘാടനം പ്രിയപ്പെട്ട അഭയ ശാന്തികരന്റെ എല്ലാ സംഘാടകർക്കും, പ്രത്യേകിച്ച് ജോയച്ചനെ ഇതുപോലുള്ളവർക്കും സിസ്റ്റേഴ്സിനെയും ഇതിന്റെ സംഘാടകർക്കും ഒരിക്കൽ കൂടി നന്ദി കടപ്പാടും എന്നെ തന്നെ ക്ഷണിച്ചത് പറഞ്ഞുകൊണ്ട് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീമതി ഗീത ഗോപി MLA. ഇനി പാലിയേറ്റീവ് സേവന പദ്ധതി അവതരണമാണ്. അതിനായി ശാന്തിവാൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ CEO-യും ഒപ്പം തന്നെ അഭയം പാലിയേറ്റീവ് കെയറിന്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള എല്ലാം പ്രിയപ്പെട്ട ഫാദർ ജോയ് ബത്തൂർ അവരെ സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈയടിയോട് തന്നെ ഫാദർ ജോയ് ബത്തൂറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. OP ഉദ്ഘാടനം നിർവഹിച്ച നാട്ടികരകലെ ശ്രീമതി ഗീത ഗോപി അവരുടെ, FSC കോൺഗ്രിഗേഷന്റെ മദർ ജനറൽ വെരി റോറൻ സിസ്റ്റർ മരിയ ക്യാരൻ,
ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ പി കെ യോഗിതാക്ഷൻ ചേട്ടൻ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ബ്ലോക്ക് തല ചീഫ് കോർഡിനേറ്റർ ശ്രീ തൊമ്മി പിടിയൻ, വേദിയിലുള്ള ജനപ്രതിനിധികളെ, കോർഡിനേറ്റേഴ്സായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, ഗുണകാംക്ഷികളെ, സഹകാരികളെ, പ്രിയ നാട്ടുകാരെ, നിങ്ങൾക്കറിയാം 2014 ഒരു ചെറിയ ഓട്ടോറിക്ഷയിലെ ഈ പരിധിയിലെ പാലിയേറ്റീവ് സേവനം നമ്മൾ ആരംഭിച്ചത് ശാന്തിഭവന്റെ നേതൃത്വത്തിൽ. പല്ലിശ്ശേരി വല്ലച്ചിറ പരിധിയിൽ മാത്രം ഉദ്ദേശിച്ചാണ് ഈ സേവനം നമ്മൾ ആരംഭം കുറിച്ചത്. അന്ന് 11 മണി മുതൽ 4 മണി വരെയായിരുന്നു സേവന സമയം. സേവനം പൂർത്തിയാക്കി ഡോക്ടറും നഴ്സസും വീട്ടിലേക്ക് തിരിച്ചു പോയാൽ തൊട്ടു പിന്നാലെ ഫോൺ കോളുകൾ വരവായി. 5 മണിക്കും 6 മണിക്കും 10 മണിക്കും 12 മണിക്കും രാത്രി 1 മണിക്കും ഒക്കെ വിളികൾ വന്നു തുടങ്ങി. ഒന്ന് സഹായിക്കാൻ പറ്റണം. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആണ് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വിളികളുടെ എണ്ണം അതിലും കൂടാൻ തുടങ്ങി. പിന്നെ മനസ്സിലായി, അത്യാപത്ത് വരുമ്പോഴാണല്ലോ അവർ വിളിക്കുന്നത്, വെറുതെ വിളിക്കുന്നതല്ലല്ലോ. സൂര്യൻ ഉദിച്ച് ഓഫീസ് ടൈം ആയതിനു ശേഷം പരിഗണിക്കാമെന്ന് പറയേണ്ട ഒരു വിഷയമല്ലല്ലോ എന്ന ചിന്ത ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഇപ്പോൾ മദർ ജനറലായിരിക്കുന്ന സിസ്റ്റർ മരിയക്കാരിയുമായി ഈ വിഷയം സംസാരിക്കാനിട വന്നതും സിസ്റ്റർ തന്നെ മുൻകൈയെടുത്ത് ഈ ഹോസ്പിറ്റലിന് ആവശ്യമായ പിന്തുണ ഉറപ്പുവരുത്താനുള്ള ക്രമീകരണങ്ങൾക്കായി കൂടി നടന്നത്. അതുകൊണ്ടാണ് താഴ്ത്തു പിതാവ് ഈ പാലിയേറ്റീവ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതിന്റെ അടിസ്ഥാനത്തിലാകാം മദർ ജനറലായി ഉയർത്തപ്പെടാനിട വന്നത് എന്ന് കൂടി പിതാവ് ഓർമ്മിപ്പിച്ചത്. കാരണം ആ വലിയ പ്രവൃത്തിയുടെ ഒരു അനന്തരഫലം എന്നുള്ള നിലയിൽ പിതാവ് അതിനെ നോക്കിക്കണ്ടു. ഞാനും പിതാവിന്റെ പിന്നാലെ ആ സൽപ്രവൃത്തിക്ക് സഭയും സമൂഹവും കൊടുത്ത അംഗീകാരമായി സിസ്റ്റർ മരിയക്കാരിയുടെ മദർ ജനറൽഷിപ്പിനെ ഞാൻ കാണുകയാണ്. ഈ അവസരത്തിൽ ഇതിനിടയിലൂടെ എന്റെ വക ഒരു അഭിനന്ദനവും കൂടി ഈ സ്ഥാപനങ്ങളുടെ രൂപപ്പെടാൻ കാരണക്കാരിയായ തീർന്ന സിസ്റ്റർ മരിയക്കാരിക്ക് നേരെ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ സിസ്റ്റർ ബിയാട്രിസ് കലിഞ്ചി, മുൻ മദർ ജനറൽ, ഒട്ടും കുറവില്ലാതെ മുന്നിലൂടെ ഞങ്ങൾ 3 പേരാണ് ഇതിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. ഇത്രയും സുന്ദരമായ തലങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാലിയേറ്റീവ് സേവനങ്ങളിൽ സിസ്റ്റർ ബിയാട്രിസ് കലിഞ്ചിയെയും അതുപോലെ തന്നെ ഞങ്ങൾ 2 പേരെയും ഇവിടെ സ്മരിക്കും. ഇവിടെ പറയുന്നത് ഞങ്ങൾ ആരും ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കുകയും പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിച്ചു വരുന്ന കാര്യം, ഈ പ്രവർത്തനങ്ങളെ ഒന്ന് ഉയർത്തി കൊണ്ടുവരാനായിട്ട് സിസ്റ്റേഴ്സിന്റെ സഹായം ഉണ്ടായി. ഒരു 5 ഏക്കർ സ്ഥലം പല്ലിശ്ശേരിയിലെ കുന്നിന്മേൽ കണ്ടെത്താൻ കഴിഞ്ഞു. നാട്ടുകാരുടെ 100% സഹകരണം കൊണ്ട്. നിങ്ങൾക്കറിയാം, പല്ലിശ്ശേരി എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് സർക്കാരിന്റെ ആഭ്യന്തര മാപ്പിൽ റെഡ് മാർക്ക് കെടുത്തിരുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും പോലീസും അതുപോലെ തന്നെ തിക്കും തിരക്കും ബഹളവും കാര്യങ്ങളായിട്ടും ഒക്കെ നിന്നിരുന്ന ഒരു സ്ഥലമാണ്. ഒരു 4-5 കൊല്ലം അതിന്റെ ടെൻഷൻ അനുഭവിച്ച സ്ഥലമാണ്. പക്ഷേ അതേ സ്ഥലത്ത് തന്നെ എല്ലാ മനുഷ്യരുടെയും പരിപൂർണമായ സഹകരണത്തോടു കൂടെ, നമുക്കറിയാം, ഒരു കൈക്കോട്ട് എടുത്ത് ഇന്നത്തെ ഭൂമിയിൽ ഒന്ന് കിളക്കിടങ്ങി എത്ര കണ്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറൊന്നുമല്ല, ഭൂമിക്കടിയിലേക്കും ആകാശത്തേക്കും നോക്കേണ്ട വിധത്തിലുള്ള നിയമ സംവിധാനങ്ങൾ ഉള്ള സാഹചര്യത്തില് ഒരു 5 ഏക്കർ വരുന്ന ഈ കുന്നിൻ പുറത്ത് ഇതുപോലൊരു സ്ഥാപനം ഉയർന്നു വരണമെങ്കിൽ അത് എന്റെയോ ഹ്യൂമൻ സിസ്റ്റേഴ്സിന്റെയോ
ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ട്രസ്റ്റീസിന്റെയോ മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെയോ മാത്രം നന്മയല്ല. അത് നമ്മുടെ ഈ പഞ്ചായത്തുകളുടെ, നമ്മുടെ നിയോജകമണ്ഡലങ്ങളുടെ, ഈ ദേശത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ, അതിൽ ഉൾക്കൊള്ളുന്ന മനുഷ്യരുടെ നന്മയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. എല്ലാവരും ഈ നന്മ കണ്ടു, തിരിച്ചറിഞ്ഞു, സഹകരിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ 2016 നവംബർ 20 ഉദ്ഘാടനം ചെയ്ത ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ വിവിധ സേവനങ്ങൾ, അത് സ്പെഷ്യാലിറ്റി സേവനങ്ങളായി നമ്മളുടെ ഗ്രാമങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ വിന്യസിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. എന്താണ് പാലിയേറ്റീവ് സ്പെഷ്യാലിറ്റി സേവനങ്ങൾ നമ്മൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് നൽകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ളവരെ, 4ാമത്തെ വർഷമാണ് ഈ ഫീൽഡിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട്. വീടുകളിൽ കഴിയുന്ന കിടപ്പ് രോഗികളുടെ അടുത്ത് ചെന്ന് അതിന്റെ ഡേറ്റാസ് ഒക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ ധാരാളം കിടപ്പ് രോഗികളിൽ തന്നെ പല തരത്തിലുള്ള കാരണങ്ങളാൽ കിടപ്പിനായവരെ കണ്ടെത്തി. കുഞ്ഞുകുട്ടി മുതൽ മുതിർന്നവർ വരെ നമ്മളുടെ ലിസ്റ്റിൽ കിടപ്പ് രോഗികളായിട്ടുണ്ട്. കുഞ്ഞുകുട്ടി മുതൽ മുതിർന്നവർ വരെയുള്ളവരുടെ പേരുവിവരങ്ങൾ നമ്മളുടെ ലിസ്റ്റിലുണ്ട്. പലവിധ മാരക രോഗങ്ങളാണ്. ആദ്യം ചിന്തിച്ചത് ക്യാൻസർ പിടിച്ച് വിഷമിക്കുന്ന വ്യക്തികളെ സഹായിക്കാൻ എന്നുള്ള രീതിയിലാണ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചതെങ്കിലും പിന്നീട് ഒരു കാര്യം മനസ്സിലായി, ക്യാൻസർ മാത്രമല്ല, വിവിധങ്ങളായ മാരക രോഗങ്ങളാൽ നമ്മളുടെ പ്രിയപ്പെട്ടവർ വീടുകളിൽ വിഷമിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ സ്പെഷ്യാലിറ്റി സർവീസസ് തൊട്ട് പിന്നാലെ, ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന്റെ പിന്നാലെ നമ്മൾ ആരംഭിക്കുകയായിരുന്നു. പാലിയേറ്റീവ് സ്പെഷ്യാലിറ്റി സേവനങ്ങളിൽ ഒന്നാമത്തെ സ്പെഷ്യാലിറ്റി സേവനം എന്ന് പറയുന്നത് 24 മണിക്കൂർ സേവനമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഓഫീസ് ടൈമിൽ സേവനം അവസാനിപ്പിച്ച് തിരിച്ചു എല്ലാവരും പോയി കഴിയുമ്പോഴാണ് കോളുകൾ വരുന്നത്. അവിടെ എമർജൻസി, ഇവിടെ എമർജൻസി. അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ അതിനാവശ്യമായ സ്റ്റാഫിനെ നിയമിച്ചു. 24 മണിക്കൂറും നമുക്ക് പാലിയേറ്റീവ് പിന്തുണ വീടുകളിൽ കിട്ടത്തക്ക വിധത്തിലുള്ള ക്രമീകരണം ചെയ്തു. അതിന് തൊട്ട് പിന്നാലെ നമ്മൾ ഫിസിയോതെറാപ്പി ആരംഭിച്ചു. ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സുദീർഘമായ സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പ്രാർത്ഥനാ ഗീതം ആരംഭിച്ച സഹോദരിമാര് നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റുകളാണ്. ഭാഗ്യത്തിന് നമുക്ക് ലഭിച്ച എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റുകളും പാട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ വേറെ പാട്ടുകാരെ അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ ഉടനെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ അണിനിരന്നു കുഞ്ഞു പിള്ളേരെ പോലെ എല്ലാവരെയും കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന സേവനത്തെ ഒരിക്കലും എന്റെ കണ്ണിൽ നിന്ന് മായുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതൽ തുടങ്ങും. ചെറിയ കുട്ടികളുടെ വളർച്ച മുതൽ മുതിർന്നവർ വരെ, തളർന്നു കിടക്കുന്നവർക്ക് വരെ ഇവർ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥിരമായ പരിചരണം. അതുകൊണ്ട് തന്നെ സ്ഥിരം കിടപ്പിലായവർക്ക് കുറെ വ്യത്യാസങ്ങൾ അവർക്ക് ശാരീരികമായി ഉണ്ടാകുന്നു. ഒപ്പം തന്നെ വ്യക്തിപരമായി പരിചരിക്കുന്നവർ എനിക്ക് ചുറ്റുമുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് തളർന്നു കിടക്കുന്നവർ ഈ ഫിസിയോതെറാപ്പിസ്റ്റുകൾ അടുത്ത് ചെന്ന് സേവനം കൊടുക്കുന്നത് കാണുമ്പോൾ അവരിലേക്ക് ആ പ്രത്യാശയും സന്തോഷവും തൃപ്തിയും കടന്നു വരുന്നത് ഞാൻ നേരിൽ കാണുന്നു, അനുഭവിക്കുന്നു. ഞാൻ അതിന്റെ പ്രത്യേകം ഫിസിയോതെറാപ്പിസ്റ്റുകളെ പ്രത്യേകം അഭിനന്ദിക്കുന്ന 4 പേരാണ് നമുക്കുള്ളത്. ഒരു ക്ലാപ്പ് അവർക്ക് കൊടുക്കുന്നു. ഇതാണ് ഫിസിയോതെറാപ്പി നമ്മൾ വീടുകളിൽ പോയി ചെയ്യുന്നുണ്ട്. നമ്മുടെ ആശുപത്രിയിൽ നല്ലൊരു ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉണ്ട്. ഫിസിയോതെറാപ്പിക്കായിട്ട് നമ്മുടെ ഈ മേഖലകളിൽ നിന്നെല്ലാം ധാരാളം പേര് ഡേകെയറിലായിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ ആക്സിഡന്റ് മൂലം തളർന്നവരൊക്കെ ആശുപത്രിയിലുണ്ട്. 2 മാസം 3 മാസമൊക്കെ ആയിട്ട് അഡ്മിഷനായി കിടക്കുന്നവരുണ്ട്. പക്ഷേ അവരിലൊക്കെ വ്യത്യാസം കാണുന്നു. ഞാൻ സൂചിപ്പിച്ചു വന്നു, ഫിസിയോതെറാപ്പി ഹോം കെയറും ഫിസിയോതെറാപ്പി IPയും നമ്മളുടെ ഈ സേവനത്തിലുണ്ട്. ഇതാണ് ഞാൻ സ്പെഷ്യാലിറ്റി സേവനങ്ങളിൽ ആ കാര്യത്തെ ഊന്നി പറയുന്നു, നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഞാൻ കൂടെ പറയുന്നതിനാണെന്നറിയാമോ, ഇത് കേൾക്കണം. നേരത്തെ ചിലപ്പോൾ ഒക്കെ വരുമാക്കില്ല, ഇതൊക്കെ കുറെ കേട്ടതാണ്. പക്ഷേ നാളെ ഒന്നുകിൽ എന്റെ വീട്ടിൽ, അല്ലെങ്കിൽ എനിക്ക് തന്നെ, അല്ലെങ്കിൽ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഇരുന്ന് പോയിട്ട് ആ നേരം വരുമ്പോൾ ക്ലോക്ക് അടിച്ചോണ്ട് വരുന്നത്, അയ്യോ ഇനിയിപ്പോ എവിടേക്കാ പോവുക? പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ വെക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇത് പ്രചരിപ്പിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ മീറ്റിംഗ്, അപ്പുറത്തെ മീറ്റിംഗ്, അടുത്ത ശനിയാഴ്ച വെക്കിടക്കിലാണ്. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, പിന്നെ നോട്ടീസ് ഉണ്ട്, വാമൊഴി പ്രചരണം ഉണ്ട്. പറ്റാവുന്നിടത്തോളം മാക്സിമം പ്രചരിപ്പിച്ച് നിൽക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ കാര്യം പറയുമ്പോൾ ചിലര് ശ്രദ്ധിക്കില്ല.
കാരണം ഞാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. പക്ഷെ ഇന്ന് രാത്രി എന്റെ ഒരു ഭാഗം പിടിക്കുമ്പോഴാണ് ഞാൻ അന്വേഷിക്കുന്നത്, ഞാൻ എന്താ ചെയ്യാം, എനിക്ക് എവിടെ നിന്ന് സഹായം കിട്ടും. അപ്പൊ ഞങ്ങളിത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു 10%, 15% ജനങ്ങളിലേക്ക് ഈ കാര്യം എത്തുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാല് അത് ഞാനുമായി ബന്ധപ്പെട്ട വിഷയമല്ല. പക്ഷേ ഞാനുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ അറിയാവുന്ന ഒരു നിമിഷത്തിൽ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് പ്രത്യാശിക്കാനുള്ള ഒരു ഇടങ്ങൾ ഈ ദേശത്ത് തന്നെ ഉണ്ട് എന്ന ഒരു കാര്യം സമൂഹത്തെ അറിയിക്കാനാണ് ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരും ഇതിനെ തള്ളിക്കളയുന്നു. നമുക്കൊരു ഫേസ്ബുക്ക് ഐ ഡി ഉണ്ട്, ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് ഐ ഡി ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ, നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് തുറന്നു നോക്കാം. ഇതിന്റെ ലൈവ് പ്രോഗ്രാമുകൾ കൂടെ നടന്നുകൊണ്ട് അതിൽ കാണാൻ സാധിക്കും. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ആഴ്ചയിൽ 1-2 ഐറ്റംസ് ആ ഫേസ്ബുക്കിലൂടെ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഡയാലിസിസ് ആരംഭിച്ചപ്പോൾ ആ ഡയാലിസിസ് ആരംഭിച്ച വിവരം തന്നെ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 1700 പേര് അത് കാണുകയും ധാരാളം പേര് ഷെയർ ചെയ്യുകയും ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിന്റെ മാധ്യമ പ്രവർത്തന രീതിയാണ് സാമൂഹ്യ മാധ്യമ രീതി. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് നിങ്ങളുടെ കയ്യിൽ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം, പ്രചരിപ്പിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള നന്മകൾ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഇങ്ങനെ പരന്ന് ചെന്നാലാണ് ഈ സേവനം തക്ക സമയത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുകയും. മറ്റൊരു പാലിയേറ്റീവ് സേവനമാണ് ഓർത്തോ കെയർ. ഓണത്തിന് മുൻപ് ഒരു അമ്മ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഈ അമ്മ 95 വയസ്സാണ്. കാലിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്, കൈയിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. 95 വയസ്സായ ഒരാള് എല്ല് പൊട്ടി, കാലിന്റെ കൈയിന്റെ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ നമ്മുടെ ഓർത്തോ ഡോക്ടേഴ്സിന്റെയും ഡോക്ടറുടെയും ഫിസിയോതെറാപ്പിസ്റ്റുകളുടെയും സ്ഥിരമായ പരിശ്രമത്തിലൂടെ ഓണത്തിന് നമ്മളുടെ ഹോസ്പിറ്റൽ കൂട്ടുന്നതിന് മുൻപ് വോക്കറിൽ അമ്മ പിടിച്ചു നിന്ന് സന്തോഷം പ്രകടിപ്പിച്ച് ആള് വീട്ടിലേക്ക് പോയി. ഞാൻ ഇതല്ലായിരുന്നെങ്കിൽ എന്താ സ്ഥിതി? ആ കിടപ്പിൽ അവിടെ കിടന്ന് തൊലിയൊക്കെ വ്രണമായി ബുദ്ധിമുട്ടായി. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്ന കാര്യം ഇതാണ്. നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ ഭാഗമാണ് മുതിർന്നവർക്കുള്ള ഓർത്തോ കെയർ. ആരെങ്കിലും വീട്ടിൽ തെറ്റി വീണ് കാരണന്മാർ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാലിയേറ്റീവ് റീജിയണൽ സെന്ററിലെ സേവനത്തെ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് ഡയാലിസിസ് സേവനം ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഡയാലിസിസ് സേവനം ആരംഭിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായും ആ രോഗിയെ ഏറ്റെടുക്കുക. ഈ റീജിയണൽ സെന്ററിൽ നിന്ന് ഒരാളെ നമ്മൾ തെരഞ്ഞെടുത്തു, ഇരിങ്ങാലക്കുട റീജിയണൽ സെന്ററിൽ നിന്ന് മറ്റൊരാളെ തെരഞ്ഞെടുത്തു. ഓരോ റീജിയണൽ സെന്ററിലേക്ക് ഇപ്പോൾ ഓരോരുത്തർ കൊടുത്തുകൊണ്ടിരിക്കും. ആരെങ്കിലും മുൻകൈയെടുത്ത് എനിക്കൊരു പേഷ്യന്റ് ഉണ്ട്, ഞാൻ ഞങ്ങളുടെ ക്ലബുമായി സഹകരിച്ച്, അല്ലെങ്കിൽ ഞങ്ങളുടെ യൂണിറ്റുമായി സഹകരിച്ച്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി അസോസിയേഷനുമായി സഹകരിച്ച് ഒരു രോഗിയെ ഞങ്ങളെ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇതെന്താണ് നമ്മളെ കുറിച്ച് അറിയാൻ പാടുന്നത്? നിങ്ങൾക്കും അറിയാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ക്രിയാറ്റിൻ നോക്കും, മൈക്രോആൽബുമിൻ നോക്കും, എന്തായി ആ കിഡ്നിയുടെ കണ്ടീഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് ചിലപ്പോൾ ബോർഡറിലാവുമ്പോൾ കുറെ വെള്ളം കുടിച്ച് നോക്കും, ഭക്ഷണങ്ങളൊക്കെ നിയന്ത്രിച്ച് നോക്കും. ഇതിന് വിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. പ്രിയമുള്ളവരെ, എടുത്തി വീഴുന്ന പോലെ കിഡ്നി രോഗം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അവസ്ഥ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ്. പ്രത്യേകിച്ച് പണമില്ലാത്തൊരവസ്ഥയിലെ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ പാലിയേറ്റീവ് ഫെലോഷിപ്പുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം പലതുള്ളി പെരുവെള്ളം, ബ്ലൂ, ഗ്രീൻ, യെല്ലോ എന്നൊക്കെ പറഞ്ഞ ഇഷ്ടം പോലെ പാലിയേറ്റീവ് ഫെലോഷിപ്പുകൾ ഈ ചേർപ്പ് വല്ലച്ചിറ പഞ്ചായത്ത് പരിധികളിൽ ധാരാളം പേർ ചേർത്തിട്ടുണ്ട്. ചിലർക്ക് കമ്പം വെടിക്കെട്ടില്ല, ചിലർക്ക് പൂരത്തില, ചിലർക്ക് പെരുന്നാളില്ല, ചിലർക്ക് വിവിധങ്ങളായ ആഘോഷങ്ങളിൽ, സിനിമ കാണലുകളിൽ, പരിപാടികളിൽ. പ്രിയമുള്ളവരെ, ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് കുറച്ച് നിങ്ങൾ ഇതുപോലെയുള്ള സേവനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഈ കഠിനമായ പരിശ്രമത്തിൽ കൈ കോർത്ത് പിടിക്കാൻ മുന്നോട്ട് വരണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ എന്നെ മാനിച്ചില്ല, എന്നെ വിളിച്ചില്ല, ഈ ജാതി രോഗങ്ങളൊന്നും ഇതിലേക്ക് കൊണ്ടുവരുന്നത് ദയവേദിട്ട്. എന്നെ മാനിച്ചില്ല, എന്നെ വിളിച്ചില്ല, എന്നെ പരിഗണിച്ചില്ല എന്നൊന്നുള്ള രോഗങ്ങൾ ഈ പാലിയേറ്റീവ് പ്രവർത്തന ഫീൽഡിലേക്ക് ഒരാൾ കൊണ്ടുവരുന്നത്. എന്നെ കൊണ്ട് പറ്റാവുന്ന സേവനം എന്റെ ആരോഗ്യമുള്ള സമയത്ത്, എനിക്കുള്ള സമയങ്ങളിൽ ഞാൻ മാക്സിമം ഞാൻ ചെയ്തു കൊടുക്കുന്നു. ഒന്നും എനിക്ക് വേണ്ട, പദവിയും കാര്യങ്ങളൊക്കെ മറ്റു പല കാര്യങ്ങൾ അന്വേഷിക്കും. പ്ലീസ്
അതേസമയം ഇതിൽ സ്ഥിരമായ പരിശ്രമത്തിലൂടെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഈ സേവനം എത്തിക്കാൻ കൈകോർക്കണമെന്ന് ജാതി മതഭേദമന്യേ പദവികൾ പരിഗണിക്കാതെ, വർണ്ണങ്ങൾ പരിഗണിക്കാതെ, സാമ്പത്തികം പരിഗണിക്കാതെ എല്ലാവരും ഒപ്പം നിൽക്കണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ധാരാളം പേർ ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഇത്രത്തോളം എത്താൻ സാധിച്ചത്. ഇനിയും കുറെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. നിങ്ങളെ കാണുമ്പോൾ എനിക്കതിന് ആത്മധൈര്യം വരുന്നുണ്ട് എന്ന് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ഇപ്പോൾ നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തകര് ഇവിടെ ഉണ്ട്. ഈ ബാഗൊക്കെ ധരിച്ച് നിൽക്കുന്നവരൊക്കെ നമ്മുടെ പ്രവർത്തകരാണ്. അവരൊക്കെ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടാകും. ചിലർക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ ചിലര് ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അച്ഛൻ വല്ല ബന്ധമുണ്ടോ, പരിചയമുണ്ടോ, അച്ഛൻ വിട്ടു തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പലതരം മനുഷ്യര് കഴിഞ്ഞ ദിവസം ആശുപത്രി, കഴിഞ്ഞ 4-5 മാസം മുമ്പ് ആശുപത്രിയുടെ താഴെ ഒരു മണ്ടാത്ത ചേട്ടൻ പേര് ഇതിങ്ങനെ കൊണ്ടുപോയി പൈസ പിരിക്കിട്ട് നമ്മുടെ ആശുപത്രിയുടെ പേര് വെച്ചിട്ട്. ഇപ്പൊ നമ്മളിപ്പോൾ ടാങ്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത മാസം തൊട്ട് നമ്മൾ അതിന് ആവശ്യമായ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് റെസീറ്റും അതുപോലെ തന്നെ മൊബൈലിലേക്ക് മെസ്സേജും വരുന്ന സംവിധാനം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ആരും അതിനുള്ളിലെ കള്ളന്മാര് കയറി ഒളിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ പടുത്തുയർത്തുന്നുണ്ട്. ഞാൻ വാക്കുകൾ ചുരുക്കാണ്. നാളെ രാവിലെ വരെ പ്രസംഗിക്കാൻ പറയാനും അതിൻ്റെ ഉള്ളിൽ ഈ വിഷയത്തിൽ കുറെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഞാൻ വാക്കുകൾ ചുരുക്കാണ്. നിങ്ങൾ ഓരോരുത്തരും തന്ന എല്ലാ പിന്തുണയ്ക്കും നല്ല വാക്കുകൾക്കും പ്രത്യേകം നന്ദി. നിങ്ങൾക്കറിയാവുന്ന രോഗികളുണ്ടെങ്കിൽ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം. ഓരോ മേഖലയ്ക്കും കോർഡിനേറ്റർമാരുണ്ട്. റീജിയണൽ സെന്ററിന് ചീഫ് കോർഡിനേറ്ററുണ്ട്, ബ്ലോക്ക് തലത്തിൽ ചീഫ് കോർഡിനേറ്ററുണ്ട്. അപ്പോൾ ഇവരുടെ ഒക്കെ സഹകരണം നിങ്ങൾക്ക് തരണം. ഇനി ഇവിടെ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ വോളണ്ടിയർ ആയിട്ട് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ വന്നുകൊള്ളാമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഓർപ്പിക്കോരോടെ നമ്മുടെ ടീം അംഗങ്ങൾ ഇരിക്കുന്നുണ്ട്, അവിടെ നിന്ന് പോയി പേര് കൊടുക്കും. ഞാൻ ഡ്രൈവറാണ്, ഞാൻ ഇന്ന ദിവസം ഇഷ്ടമുള്ളപ്പോൾ വിളിച്ചോ, ഇഷ്ടമുള്ളപ്പോൾ വരാമെന്ന് പറയുന്ന ആൾക്കാരുടെ സേവനം ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ആരെ വിളിക്കുക, എപ്പോഴും വിളിക്കുക, എങ്ങനെ വിളിക്കുമ്പോൾ പറഞ്ഞാൽ തൃശ്ശൂരാണ്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു ദിവസം ഫിക്സ് ചെയ്യും. തിങ്കളാഴ്ച ആണെങ്കിൽ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച ആണെങ്കിൽ ചൊവ്വാഴ്ച, ബുധനാഴ്ച ആണെങ്കിൽ ബുധനാഴ്ച, ഇത്ര മണി തൊട്ട് എത്ര മണി വരെ ഉത്തരവാദിത്തത്തിൽ സേവനം ചെയ്യും. വല്ലപ്പോഴും വന്ന് ചെയ്യാൻ പറഞ്ഞാൽ ഒരു കാര്യമില്ല. കാരണം വേദനിക്കുന്നവർ നമ്മൾ വിളിക്കുന്ന സമയത്ത് അവരൊക്കെ വരാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം നടക്കുമോ? നടക്കില്ല. നമുക്കിപ്പോൾ 10-70ഓളം സ്റ്റാഫ് അംഗങ്ങളുണ്ട്, മതിയാകുന്നില്ല. ഇതിൽ 1000 പേരായാലും മതിയാകില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രിയമുള്ളവരെ, ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം, എല്ലാവരും ഞായറാഴ്ച പേര് എടുത്തില്ല. ഞായറാഴ്ച ആർച്ച് ബിഷപ്പും അതുപോലെ തന്നെ MLA മന്ത്രിമാരും ചോദിക്കില്ലെന്ന് വിചാരിക്കുക. നല്ലൊരു ശതമാനം ആൾക്കാർ ചോദിക്കാൻ വന്നിരിക്കും. ഞങ്ങളുണ്ടെന്ന് പറയും ഒക്കെ പേരെടുത്ത് നമ്മുടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഫോൺ ചെയ്ത് അന്വേഷിക്കുമ്പോ ഇപ്പോഴും ഇല്ല, നാളെ ആവും, നാളെ വിളിക്കുമ്പോൾ മറ്റന്നാളാവും. ആ ജാതി കിട്ടിയിട്ട് കാര്യമില്ല. ദയവ് ചെയ്ത് ആഴ്ചയിൽ ഒരു ദിവസം പറ്റുന്നവര് മതിയില്ല. പക്ഷേ നമുക്ക് പറ്റണം. പകല് പറ്റാത്തവര് വൈകിട്ട് എപ്പോഴെങ്കിലും ഒക്കെ മുന്നോട്ട് വരണം. ഇതൊരു മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പ്രവർത്തനമല്ല, മാനവികതയുടെ പ്രവർത്തനമാണ്. വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങൾ വന്നതിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. താങ്ക് യു. താങ്ക് യു ഫാദർ ജോയ് ബന്ധു. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ചെറിയ സംരംഭമായി വളർന്നതായി ഇപ്പോൾ 8ാമത്തെ ലിങ്ക് സെന്റർ വരെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോ ചിലപ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് ഒരാളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഒരു കൂട്ടത്തെ നമുക്ക് സഹായിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളെല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആ സന്ദേശം എല്ലാവരുടെ മനസ്സുകളിലും എത്തട്ടെ. ഒപ്പം തന്നെ ഇങ്ങനെയൊരു പ്രവർത്തനങ്ങളിൽ നിങ്ങളും കൂടി ഇതിന്റെ വോളണ്ടിയറായി ഭാഗമാവുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു നന്മ കൂടിയാണ്. നമ്മുടെ ജോലികളൊക്കെ മറ്റൊരു പരിപാടികളൊക്കെ വന്നിട്ടില്ല. പക്ഷേ സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ചിലപ്പോൾ ഞായറാഴ്ചകൾ ഒഴിവ് കിട്ടുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക സേവനം ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് ഒരു വലിയ മനസ്സാണെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് തന്നെ ഇനി പാലിയേറ്റീവ് രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും ഫെലോഷിപ്പ് അംഗങ്ങൾക്കുമുള്ള മെഡിക്കൽ ലാബോറട്ടറി സേവന പദ്ധതി ഉദ്ഘാടനമാണ്. അതിനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള PK ലോഹിതാക്ഷൻ അവരെ സ്വാഗതം ചെയ്യുന്നു. ഏറെ ബഹുമാനായ സദസ്സരെ, ഇതിലൊക്കെ വലിയായി രണ്ട് പിതാക്കന്മാരുടെ മഹനീയമായ
നല്ല വർത്തമാനങ്ങളിൽ ഹാളിൽ നടന്നിരിക്കുകയാണ്. അതിലുപരിയായി ഈ പ്രസ്ഥാനത്തിനെ ഏറെ സ്നേഹിക്കുകയും ഇതിന്റെ നട്ടലായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മഹതിയായ മദർ സുപ്പീരിയർ മരിയ യാന ഈ സദസ്സിലുണ്ട്. മറ്റൊരു പ്രധാന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ജോയച്ചനാണ്. 3 കൊല്ലങ്ങൾക്ക് മുൻപ് എന്താണെന്ന് കാണാതെ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലും തൃശ്ശൂരിലും കേരളത്തിന് പുറത്തും ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവമായി മാറിയിരിക്കുന്നു. പേര്യൻപാലിയം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. നമ്മളറിയാതെ ജോയച്ചൻ പറഞ്ഞതുപോലെ നമുക്ക് ചില കൂട്ടുകാരായിട്ടുണ്ട്. അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. എപ്പോഴാണ് അവർ നമുക്കൊപ്പം കൂടുതൽ അടുക്കുക എന്ന് മാത്രമേ അറിയൂ. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് മനുഷ്യന് അസുഖം വരും എന്ന കാര്യത്തിൽ, ജനിച്ചാൽ മരണമുണ്ടെന്ന കാര്യത്തിൽ പറഞ്ഞില്ല. പക്ഷെ മരിക്കുമ്പോഴും നേരത്തെ പിതാവ് പറഞ്ഞതുപോലെ ഞങ്ങളെ സ്നേഹിക്കാനും ഞങ്ങൾക്ക് അടുത്തു നിൽക്കാനും ഒരു നല്ല ജനതയുണ്ട് എന്ന ആത്മവിശ്വാസമാണ് അവന്റെ ആ സമയത്തെ ഉള്ളിലെ ഏറ്റവും വലിയ കാര്യം. ആ കാര്യമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ പറഞ്ഞതുപോലെ പല്ലിശ്ശേരി സ്കൂളിൽ പഠിച്ചു വളർന്നവരാണ് ഞാൻ. പല്ലിശ്ശേരി കുന്നിനെ എന്നെ പഠിപ്പിച്ച അധ്യാപകരായിരിക്കുന്നു. പല്ലിശ്ശേരി കുന്നിന്റെ സ്വഭാവം അറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഒരു പരിപാടിക്ക് ചെന്നപ്പോ ഒരു പൂങ്കാവനമായി മാറിയിരിക്കുക. എത്രമാത്രം ജനങ്ങൾ ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് അവിടെ ചെന്ന് കണ്ടാൽ ബോധ്യമാണ്. വയ്യാതെ മലകയറി വരുന്ന ഒരാൾക്ക് ഏറെ ആശ്വാസം പകരുന്ന രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, നമ്മൾ ഒരുപാട് പണം പല കാര്യങ്ങൾക്ക് ചെലവഴിക്കുകയാണ്. അതിലൊരു അംശമുണ്ടായാൽ മതി ഈ പ്രസ്ഥാനത്തെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ സ്വാഗതം പറഞ്ഞ സദാശിവൻ. അദ്ദേഹം ആരോഗ്യ വകുപ്പിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. എന്തിനാ സമയം ഇറക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ മനുഷ്യ സ്നേഹമാണ് അവിടേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ചെറുപ്പ് പഞ്ചായത്ത് തന്നെ കോർഡിനേറ്റർ വെച്ചു. ആരാണത്? ജാൻസൺ ജോർജ്. അദ്ദേഹം ജനപ്രതിനിധിയാണ്. അദ്ദേഹം ആ പ്രക്രിയ അത് ഏറ്റെടുക്കാൻ സന്നദ്ധതായതുകൊണ്ടാണ്. താൻ എന്നും അധികാരിയല്ല, മറിച്ച് അവശതയായിട്ട് ജീവിക്കുന്ന ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് എന്തും കഴിയണമെങ്കിൽ ഞാൻ ഇതിന്റെ ഭാഗമാകണമെന്ന ഒരു പ്രതിജ്ഞ അദ്ദേഹത്തിന് മനസ്സിലാക്കി. നിങ്ങളുടെ കൂടിയതും അത് തന്നെ. ഞാൻ അദ്ദേഹത്തെ വർത്തമാനം പറയുന്നില്ല. ഒരു വലിയ സംഭവം നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത്. രോഗം നിങ്ങൾക്കറിയാലോ, എന്നോട് നിങ്ങളോട് ചോദിക്കാതെ രോഗം കടന്നു വരുന്നത്. പലപ്പോഴും നമുക്കൊരു അഹങ്കാരമുണ്ട്. എനിക്ക് രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള പണം ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. 30 കൊല്ലമായി എന്റെ നല്ല വേതനം ഞാൻ അതിനു വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് നേരത്തെ പിതാവ് പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞത്? അങ്ങനെ പണം തന്നെ ബാങ്കിലുണ്ടെങ്കിൽ തന്നെ സഹായിക്കാനോ എത്തി നോക്കാനോ ആളില്ലാത്ത സാഹചര്യം ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുക. അത് പണ്ട് പട്ടണങ്ങളിലാണെങ്കിൽ ഇത് ഗ്രാമങ്ങളിലേക്ക് പങ്കെടുക്കുക. അവിടെയാണ് ഈ ശാന്തി ഭവൻ എന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ പ്രസക്തി. തീർച്ചയായിട്ടും ഞാൻ ഭാഗം കൊണ്ട് മാത്രം അഭിനന്ദിക്കേണ്ടത്. എന്റെ കഴിവിന്റെ ഒരു ഭാഗം കൂടി, അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാൻ തീരുമാനിച്ച് പുറപ്പെടുന്ന പ്രവർത്തനമാണ്. അത് പിന്നീട് അതിന് ബോധ്യമാകും. ഞാൻ ചില സ്ഥാപനങ്ങളിൽ കൂടിയുണ്ട്. കുതിരക്കത്ത് നിൽക്കുമ്പോൾ ഞാൻ സ്ഥാപനം നടത്ത ആളാണ്. ആ സ്ഥാപനവും ഈ പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത് പിന്നീട് മനസ്സിലാവും. തീർച്ചയായും ഈ മഹാസംരംഭം ഇതിന്റെ പേരുകൾ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടാകും. ഇതിന് ജാതിയില്ല, മതമില്ലാതെ രോഗിക്ക് ഏതെങ്കിലും രോഗം വരുന്നത് ക്രിസ്തീയ സമൂഹത്തിൽപ്പെട്ടവരോ ഏഴോ സമുദായത്തിൽപ്പെട്ടവരോ നായ സമൂഹത്തിൽപ്പെട്ടവരല്ല. മനുഷ്യനാണ് മാരകമായ അസുഖങ്ങൾ പിടിക്കുന്നത്. അപ്പൊ മനുഷ്യനെ സ്നേഹിക്കുന്ന ഈ അഭയം, അവൻ അഭയം നൽകുന്ന ഈ അഭയ കേന്ദ്രം, അത് സൂക്ഷിക്കപ്പെടേണ്ടത്, അത് സംരക്ഷിക്കപ്പെടേണ്ടത്, അത് കളങ്കരഹിതമായി ആ സേവനം സാധാരണക്കാരന് ലഭ്യമാക്കണമെങ്കിൽ നമ്മളെ വലിയ കൂട്ടായ്മ ഉണ്ടാകണം. ആ കൂട്ടായ്മയാണ് ഈ ഉച്ചനേരത്ത് പോലും നമ്മളെ ആളുകൾ നടത്തേണ്ട സദസ്സ്. തീർച്ചയായിട്ടും ഈ ശാന്തി ഭവന്റെ വളർച്ചയിൽ അത് അങ്ങനെ പടർന്ന് പന്തലിക്കട്ടെ എന്ന് പറയാനാണ്. കാരണം ആളുകൾക്ക് രോഗം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ രോഗം ഉണ്ടായി വരുമ്പോൾ
അവർക്കൊക്കെ തണലേക്കാൻ ഈ പ്രസ്ഥാനം ഉണ്ടാകും എന്ന് ഒരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. ആ കാഴ്ചപ്പാട് വളർത്തിയെടുക്കണം. അത് ജാതി മത ചിന്തകൾക്ക് അതീതമായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു. എന്നെ ഏൽപ്പിച്ച ഈ പാലിറ്റീവ് രോഗികൾക്കുള്ള, ഡയാലിസിസ് രോഗികൾക്കുള്ള, പ്രലോഷകർക്കുള്ള മെഡിക്കൽ ഡോക്ടർ സ്ഥാപനത്തിന്റെ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തറിയിക്കട്ടെ. ഞാൻ നിർത്തുന്നു. ഇനി ഈ ഒരു ഏറ്റവും വലിയൊരു കാര്യത്തിൽ ആശംസകൾ അർപ്പി സംസാരിക്കുന്നതിനായി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ജെൻസൺ ജോർജ് അവരുടെ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാൻ വേണ്ടിയിട്ട് വേദിയിലും സദസ്സിലും എന്റെ മുന്നിൽ ഇരിക്കുന്ന നല്ലവരായ നമ്മുടെ നാട്ടുകാരെ, ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ജോയിച്ചൽ വളരെ വിശദമായി തന്നെ നിങ്ങളോട് എല്ലാവരോടും അത് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം മാത്രം ഞാൻ ഇവിടെ വെച്ച് നിങ്ങളുടെ പറയുന്നുണ്ട്. അതായത് ഈ പാലിയേറ്റീവ് പ്രവർത്തനത്തിന് ഏത് സമയത്തും വിളിച്ചാലും, അത് രാത്രിയായാലും ഏത് സമയത്ത് വിളിച്ചാലും, ഏത് തലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഏത് സമയത്തും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി അടുത്തത് ആശംസ സംസാരിക്കുന്നതിനായി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീമതി സുജിത സുനിലിനെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികളെയും എന്റെ ഏറ്റവും പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെയും എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പരിപാടിയില് നമ്മുടെ ജീവിതത്തിലെ നാം ഒറ്റയ്ക്കാണ് എന്ന് തോന്നുന്ന ആ കാലഘട്ടത്തിൽ നമുക്ക് താങ്ങും തണലായി നിൽക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന കുറേ അധികം പേരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ഉയർന്നു വന്നിട്ടുള്ള നമ്മുടെ മലസര പഞ്ചായത്തിലുള്ള ശാന്തി ഭവൻ, അതുപോലെ തന്നെ ഇപ്പോ ചേർപ്പ് പഞ്ചായത്തിൽ തുടങ്ങാൻ പോകുന്ന അഭയം ശാന്തി ഭവൻ, എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് നമ്മൾ അസുഖബാധിതരായിരിക്കുക എന്നുള്ളത്. എങ്കിലും ആ സമയത്ത് നമ്മെ സഹായിക്കാൻ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഇവരുടെ കീഴിലുള്ള ഈ പ്രവർത്തന കൂട്ടായ്മയാണ്. ഈ അവസരത്തിൽ എനിക്കൊന്ന് പറയാനുള്ളത്, കുറെ അധികം പേരുടെ പാലിയേറ്റീവിന്റെ ഇതില് നല്ലൊരു പുരോഗതി ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞത് എനിക്കറിയാവുന്ന ഒരു ചേട്ടൻ കുറെ വർഷങ്ങളായി എന്താ പറയാ തളർന്നു കിടക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞത് നമ്മുടെ ഈ ശാന്തി ഭവൻ പാലിയേറ്റീവിൽ വന്നതിന് ശേഷമാണ്. ജോലിയച്ചൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും താങ്ങും തണലുമായി നിൽക്കാനായിട്ട് ഈ പാലിയേറ്റീവ് കെയറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഇനി ആശംസകൾ സംസാരിക്കുന്നതിനായി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീ മിൽട്ടൺ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എല്ലാം വളരെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവുന്നുണ്ട്. ഇനി പ്രൊഫസർ സംഗീതജ്ഞൻ ശോഭി നേതൃത്വം നൽകുന്ന മ്യൂസിക് നൈറ്റ് കാണാനുള്ള ആകാംക്ഷയിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക എന്ന് തോന്നുന്നു. പദ്യം സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങള് ഞാനിവിടെ ബ്ലോക്ക് മെമ്പർ എന്ന നിലയ്ക്ക് ഇവിടെ അറിയപ്പെട്ടേക്കാൾ ആഗ്രഹിക്കുക. തൃശൂർ ജില്ലയിലെ ആക്സ് സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിൽ അറിയപ്പെടാനാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ ഇവിടെ തൊട്ടപ്പെടുന്ന കാണുന്ന
ബ്രാക്സ് ബ്രാഞ്ചുണ്ട് ഇവിടെ. 17 വർഷമായി അനേകരുടെ ജീവൻ രക്ഷിക്കുന്ന വിഷയത്തില് ഇടപെട്ട് ഞങ്ങൾ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതിലും ഇതും കൂടി കൂട്ടിയാലിക്കുമ്പോൾ ഈ അഭയം ശാന്തി ഭവൻ ഈ പഞ്ചായത്തിൽ, അതായത് ഈ പഞ്ചായത്തിന്റെ പ്രത്യേകത ഓർക്കണം, ഇത് ചേർപ്പാണ്. ചേർപ്പ് എന്ന് പറയുമ്പോൾ ചേർത്ത് കൊണ്ടുവരുന്നു. ഇപ്പൊ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്താ? മദർ തെരേസ പറഞ്ഞ പോലെ സ്നേഹം അവരുകൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ വാക്കില്ല. എത്ര വൈവിധ്യങ്ങളെ പുറത്തിറക്കി കൊണ്ടുപോകാൻ ഒന്നിനെ കഴിയൂ. അത് സ്നേഹമാണ്. സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ വിദ്വേഷമില്ല. ആ നിലവാരത്തിലേക്ക് നമ്മൾ ഈ സമൂഹത്തെ കൊണ്ടുവരണം. ഇപ്പോൾ ഒരു തമാശയായിട്ട് പറയാൻ ഗൗരവമുള്ള വിഷയം പറയാണ്. ഇപ്പോൾ സമൂഹത്തിന് ശത്രു സംഹാര പുഷ്പാഞ്ജലി പൂജ നടക്കുന്ന ഒരു വിഷയം കേട്ടിട്ടുണ്ടാവല്ലോ. അതില് ഈ പൂജ നടക്കുന്നതിനാണ് ഒരു മറ്റു ശത്രുവിനെ ഇല്ലാണ്ടാക്കാനല്ല, എന്നിൽ നിക്ഷിപ്തമായ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എന്റെ പിശാചിനെ പുറത്തു കളയാനാണ് ഈ പൂജ. അപ്പൊ അതാണ് സത്യം. നമ്മുടെ ഉള്ളില് നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ, മറ്റുള്ള അവരുടെ വേണ്ടി നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യാനുള്ള ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു കഴിവ് നമ്മൾ പ്രകടിപ്പിക്കുക മാത്രമല്ല പ്രവർത്തിക്കാൻ കൂടി വേണം. നമ്മളല്ലാതെ ഈ കുറെ പണം ഉണ്ടാക്കി ജീവിച്ചാലും നമ്മൾ കുർബാനയുടെ അവസാനം ഒരു കുർബാന പേരിന് ബന്ധപ്പെട്ട അവസാനം ഓരോരുത്തരും നമ്മൾ വാക്ക് പറയുന്നു. ജീവിതാന്ത്യത്തിൽ എനിക്ക് നല്ലൊരു മരണം പ്രാപിക്കാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണം. അത് തന്നെയാണ് പൂർണ്ണമായുള്ള അർത്ഥം. എല്ലാ മതത്തിലും വേദത്തിലും എല്ലാ സമുദായത്തിലൊക്കെ ഒറ്റ നന്മയുള്ളൂ. ആ നന്മ നല്ലൊരു മരണം, നല്ല മരണം ഉണ്ടാവണമെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്തിരിക്കണം. നമുക്ക് മറ്റുള്ളവരുടെ ലോകത്തില് ഷെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ആശുപത്രിയിൽ ഒരു സഹായം എത്തിക്കാൻ പറ്റും. അതാണ് ജീവിതം. അല്ലാതെ കുറെ പണം ഉണ്ടാക്കി വലിയ കൊട്ടാരം താമസിച്ചു, വലിയ പ്രസിദ്ധി നേടി ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന എന്ത് തന്നെയാണ് സ്വാർത്ഥത വെടിയാനുള്ളത് തന്നെയാണ്. അപ്പൊ ഇത്തരം പ്രവർത്തനത്തിലൂടെയുള്ള ഒരു സന്ദേശങ്ങൾ ഈ പ്രവർത്തനം മറ്റുള്ളവർക്ക് വേണ്ടി, ഞാൻ എനിക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും. ആ ജീവിതമാണ് സത്യത്തിൽ ഒരു പ്രാവർത്തികമാക്കേണ്ടത്. കാലാവസ്ഥ മാറുന്നു, സ്വഭാവങ്ങൾ മാറുന്നു, കുട്ടികൾ വഴിപടിക്കുന്നു, കൂട്ടുകുടുംബമില്ല, മുത്തച്ഛനില്ല, മുത്തശ്ശിയില്ല. ഇങ്ങനെയുള്ള അവസരത്തില് ഇതിനെ നോട്ടീസിൽ തന്നെ കണ്ടില്ലേ, ഒരു ശുഷ്കിച്ച കൈയിനെ കരുത്തുള്ള കൈകൊണ്ട് കൂട്ടിപ്പിടിച്ച് ഞാൻ രക്ഷിക്കാനുണ്ട്, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് വരുന്ന ഏതാപത്തിനും വയസ്സുകാരൻ ഞാൻ എന്റെ ആരോഗ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കും. ആ ഒരു ശക്തി അത് ദൈവികമായി കിട്ടുന്ന ഒരു ശക്തിയാണ്. നമ്മൾ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മനസ്സുണ്ടെങ്കിൽ ഇത്തരം നല്ല പാരമ്പര്യകാര്യങ്ങളെ പോലെ ജനമധ്യത്തിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ വിഷയങ്ങളിലേക്ക് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഒരു പുഞ്ചിരി, ഒരു സ്നേഹത്തിന്റെ ചിരിയെങ്കിലും നമ്മൾ അറിയിക്കാൻ പറ്റിയാൽ അതായിരിക്കും ജീവിതത്തിലെ ഒരു നല്ല ഒരു വശമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്തായാലും ചേർപ്പ് രോഗം ചേർപ്പായിട്ടുണ്ട്. ചേർപ്പ് ഒന്നാം ബ്രാഞ്ച് ചേർപ്പ് രോഗം ഇപ്പൊ 19 ബ്രാഞ്ചായി 17 വാർഡിലായി. അതിന് ചേർപ്പിലും അങ്ങനെ പിന്നെ അത് വലുതായി കഴിഞ്ഞാൽ ജില്ല മുഴുവൻ വ്യാപിക്കും. അതിലൂടെ സത്യമാണ് ചേർപ്പിന്റെ പ്രത്യേകത. അത് പ്രയോഗം പോലെ ഈ അഭയം സാധ്യവൻ ഈ പഞ്ചായത്തിലെ ഉദ്ഘാടനം നടത്തിയ എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ കൂടെ നിങ്ങളെ ഒക്കെ ശ്രമിച്ച എല്ലാവർക്കും ഈ പരിധികളുടെ നന്മയ്ക്കും എല്ലാ വിധത്തിലുള്ള ദൈവാനുകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു. നമ്മുടെ ഈ പരിപാടിക്ക് ശേഷം ഷോമിയ അവതരിപ്പിക്കുന്ന ഡ്രം പെർഫോമൻസ് ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടുപേരും അച്ഛനും മകനുമാണ്. എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് ഷോമി. ഒപ്പം തന്നെ ഇലോയ് ഷോമി എന്ന് പറയുന്ന കുട്ടിയാണെങ്കിലും 13 വയസ്സിൽ തന്നെ 8th ഗ്രേഡ് ഡ്രമ്മിൽ 8th ഗ്രേഡ് എടുത്ത ഒരു വ്യക്തിത്വമാണ്. നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോ
അവരുടെ ഒരു കിടിലൻ പെർഫോമൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇന്നത്തെ ഈ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ അവരെ വിളിച്ചിട്ടുള്ളത്. അപ്പൊ ആരും അതൊന്നും കാണാതെ പോകരുത്, മിസ് ചെയ്യരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇനി അടുത്തതായി ആശംസകൾക്ക് സംസാരിക്കുന്നതിനായി ബ്ലോക്ക് തല ചീഫ് കോർഡിനേറ്റർ ശ്രീ ടോമി പിടിയത്ത് അവരെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള മഹനീയ സാന്നിധ്യം കൊണ്ട് വേദി അലങ്കരിച്ച മഹനീയ വ്യക്തിത്വങ്ങളെ നമസ്കാരം. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ അവസാനത്തെ ഇനമാണ് ആശംസകളിലെ അവസാനത്തെ ഞാൻ. അതിനാൽ തന്നെ ദീർഘിപ്പിക്കുന്നില്ല. ആശംസ പറയാനായിട്ടുള്ളത് എനിക്ക് രണ്ട് കാർക്കാണ് എനിക്ക് ആശംസ പറയാനായിട്ടുള്ളത്. ഒന്ന്, അഭയം പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങൾക്ക് ആശംസ പറയുകയായിരുന്നു. അത് പറയാൻ ഞാൻ യോഗ്യനല്ല. കാരണം ഞാൻ ഈ അഭയം പാലിയേറ്റീവ് കെയറിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ ഞാൻ എനിക്ക് തന്നെ ആശംസ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിരോധാഭാസമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ആശംസ അർപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അഭയം പാലിയേറ്റീവ് കെയറിന്റെ അമരക്കാരനായ ജോയിച്ചനും കുട്ടിയും ഞാൻ ആശംസ അർപ്പിക്കുകയാണ്. പിന്നെ ഒരു ആശംസ അർപ്പിക്കാനായിട്ടുള്ളത് അപൂർവമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഇത്തരം ആശംസ അർപ്പിക്കാനായിട്ട്. നേരത്തെ അഭിനയ ആൻഡ്രൂസ് താഴത്ത് പിതാവ് പറഞ്ഞല്ലോ, മദർ സുപ്പീരിയർ ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സിസ്റ്ററെ കുറിച്ച് സിസ്റ്റർ മരിയ യാന ഈ FSC സന്യാസിനി സമൂഹത്തിന്റെ അഖില ലോക തലവനാണ്, അല്ലെങ്കിൽ തലപതിയാണ് സിസ്റ്റർ മേരിക്കാന. നേരത്തെ പറഞ്ഞു, ഇതിന്റെ അസിസ്റ്റന്റ് മദർ ജനറൽ നമ്മുടെ മധ്യ തന്നെയുണ്ട്. ഇറ്റാലിയൻ ഒരു സിസ്റ്ററാണ് നമ്മുടെ പുറകില് ഇരിപ്പുണ്ട്. നാളിതുവരെയും ഇന്ത്യയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു സഹോദരി ഈ സ്ഥാനത്തേക്ക് കടന്നു വരിക. അതിനു മുൻപ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. അതിനാൽ തന്നെ നമുക്ക് വലിയ അഭിമാനമുണ്ട്, അഹങ്കാരമുണ്ട്. നമ്മുടെ ഈ പാലിയേറ്റീവ് കെയറിന്റെ മദർ ജനറൽ ഇതിന്റെ കൂടി മദർ ജനറലായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട സിസ്റ്റർ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ജനത്തിന്റെ പേരിലെയും പല്ലച്ചിറയിലെയും ചേർപ്പ് പഞ്ചായത്തിലെയും മുഴുവൻ ജനങ്ങളുടെയും പേരിൽ സിസ്റ്ററിനെ ഞങ്ങൾ ആശംസ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരിക്കൽ കൂടെ ഇതിൽ പങ്കെടുക്കുന്നതിനും നേരത്തെ നിങ്ങൾക്കുള്ള ആഹ്വാനം തന്നു ചോദിച്ചു. നിങ്ങൾക്ക് ആഹ്വാനം തന്നു എങ്ങനെയെല്ലാം ഇതിൽ നിങ്ങൾക്ക് പങ്കാളികളാകാമെന്നതിനെ കുറിച്ച്. ഈ അടുത്ത് വാട്സപ്പിൽ ഒരു സന്ദേശം വരികയുണ്ടായി. അനാഥാലയങ്ങള് പരിശോധിച്ചപ്പോൾ അവിടെയെല്ലാം അനാഥരായിട്ടുള്ളവർ ബാലന്മാരോ ബാലികമാരോ ഉള്ളത്. അതേസമയത്ത് വൃദ്ധസദനങ്ങൾ പരിശോധിച്ചപ്പോൾ അവിടെയെല്ലാം പണക്കാരായ വൃദ്ധജനങ്ങളാണ് ഉള്ളത്. എന്തു വെച്ചു കഴിഞ്ഞാല് പണക്കാരായ വൃദ്ധജനങ്ങളെ നോക്കാൻ ആളില്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പിതാവ് പറഞ്ഞല്ലോ. ഈ സാഹചര്യത്തില് അവരെയും ഒപ്പം നിത്യരോഗികളായിട്ട് കിടക്കുന്നവരെയും ശുശ്രൂഷിക്കാനായിട്ട് നമുക്കൊക്കെ ചെറിയൊരു കടമയുണ്ട്. ആ കടമ നിർവഹിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനി ഈ ഒരു പ്രോഗ്രാമിലേക്കായി നന്ദി അർപ്പിക്കുന്നതിനായി ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലെ ചീഫ് അഡ്മിനിസ്ട്രേറ്ററും അഭയം പാലിയേറ്റീവ് കെയറിന്റെ ജോയിന്റ് സെക്രട്ടറിയുമായിട്ടുള്ള സിസ്റ്റർ തെരേസിന അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് നല്ലൊരു കയ്യടിയോടെ തന്നെ നമുക്ക് സ്വീകരിക്കാം. തെരേസിന അവർ. പ്രവാചകനായ ഹബക്കൂക്ക് പറയുന്നു, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുമെന്ന്. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി
നിങ്ങളുടെ നാളുകളിൽ ഞാനിതാ ചെയ്യുവാൻ പോകുന്നു. അതെ, അഭയം ശാന്തി ഭവൻ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണല്ലോ. അവിടെയും നാം കാണുന്നത് ആരും തന്നെ പറഞ്ഞാൽ വിശ്വസിക്കാത്ത, കേട്ടാൽ സമ്മതിക്കാത്ത യാഥാർത്ഥ്യങ്ങളാണ് അവിടെ നിറവേറിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് അഭയം ശാന്തി ഭവൻ പഞ്ചായത്ത് തല 2ാമത്തെ സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയായിരുന്നു. അതിനെല്ലാം നമ്മൾ ഇന്ന് ഏവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ശുഭമുഹൂർത്തമാണല്ലോ ഇത്. ഈ അവസരത്തില് ഈ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിച്ചത് നമുക്കേവർക്കും സുപരിചിതനായ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തെ പിതാവാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണെങ്കിൽ പോലും നന്ദിയോടെ അദ്ദേഹത്തെ നമുക്ക് സ്മരിക്കാം. എനിക്ക് തോന്നുക അഭിമന്യ പിതാവ് തന്റെ ഉദ്യാനത്തിൽ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന 2 പൂച്ചെടികളാണ് അഭയവും ശാന്തി ഭവനും. 2നെയും ഒരുപോലെ സാമൂഹികം വീക്ഷിച്ച് ആവശ്യമായ വളവും ജലവും സംരക്ഷണവും ഒക്കെ ഒരുപോലെ അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു കാര്യത്തിനും ഏതൊരാവശ്യത്തിനും ഞങ്ങളെ വന്നു കാണുകയും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും പിതൃതുല്യമായ വാത്സല്യത്തോടെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അഭിമന്യ ആൻഡ്രൂസ് താഴത്തെ പിതാവിന് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പോലും അഭയം ശാന്തി ഭവന്റെ പേരില്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരില് അദ്ദേഹത്തെ ഏറെ നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കോട്ടപ്പുറം രൂപതാ മെത്രാൻ മാർ ജോസഫ് കാരിക്കശ്ശേരി പിതാവാണ്. അദ്ദേഹം ദൂരെ നിന്നും യാത്ര ചെയ്ത്, കോട്ടപ്പുറം രൂപതയിൽ നിന്നും യാത്ര ചെയ്താണ് ഇവിടെ ഈ ഒരു സംരംഭത്തിന് വേണ്ടി, ഈ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. തീർച്ചയായും ഇതുപോലുള്ള സംരംഭത്തിന്റെ നിലവാരം, മൂല്യം, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം ഈ ഒരു സാഹസികതയ്ക്ക് അദ്ദേഹം മുതിർന്നത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് ഏവർക്കും സന്തോഷവും പ്രചോദനവും ഊർജ്ജസ്വലതയും നൽകുന്നതായിരുന്നു. പിതാവിനെയും ഈ അവസരത്തിൽ ഏറെ നന്ദിയും, ഈ അവസരത്തിൽ പിതാവിനും ഏറെ നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ക്ലെയർ കോൺഗ്രിഗേഷന്റെ മദർ ജനറൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ മരിയ ക്യാര സഭയുടെ ചരിത്രത്തില് 173 വർഷത്തെ ചരിത്രത്തിനുള്ളിൽ ആദ്യമായാണ് ഏഷ്യയിൽ നിന്നുമുള്ള ഒരു മലയാളി മദർ ജനറൽ ഞങ്ങളുടെ സഭയ്ക്ക് ഉണ്ടാവുക. തീർച്ചയായും ഞങ്ങളുടെ സഭാ സമൂഹത്തിന്റെ അഭിമാനമാണ് ഞങ്ങളുടെ മദർ ജനറൽ. സഭാതനയരായ ഞങ്ങളെ വളർത്തുവാനും ഞങ്ങളുടെ വളർച്ചയെ നോക്കിക്കാണുവാനും പ്രോത്സാഹിപ്പിക്കുവാനും എന്നും ഞങ്ങൾക്കൊപ്പം നിൽക്കുകയും ഞങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കുകയും ചെയ്ത് ഇന്നത്തെ ദിവസം തന്റെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് നമ്മളെ ഏറെ അനുഗ്രഹിച്ച ഞങ്ങളുടെ മദർ ജനറൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ മരിയ ക്യാരയ്ക്ക് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഏറെ പ്രത്യേകമായി അഭയം ശാന്തി ഭവന്റെ പേരിലും പ്രത്യേകം നന്ദികൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നന്ദി അർഹിക്കുന്ന ആളല്ല ബഹുമാനപ്പെട്ട ജോയിച്ചൻ. അദ്ദേഹത്തിന് അത് ആവശ്യമില്ല എന്ന് പല പ്രാവശ്യം നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും നന്ദി പറയാതിരിക്കാൻ നമുക്കാവില്ല. നമുക്കറിയാം ഇന്ന് പൗരോഹിത്യവും സന്യാസവും ഒക്കെ ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഈ അവസരത്തില് ചോരയും നീരും യുവത്വത്തിന്റെ തുടിപ്പും യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പൗരോഹിത്യ ജീവിതത്തിന്റെ എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്ത് ഏതെങ്കിലും മുക്കിലും മൂലയിലുമൊക്കെ പൗരോഹിത്യം ശുഷ്കിച്ചു പോകുമ്പോഴും കത്തോലിക്ക സഭയ്ക്കുള്ളിൽ പൗരോഹിത്യ ജീവിതത്തിനുള്ള മറുപടിയുമായി
ബഹുമാനപ്പെട്ട ജോയ് പുത്തൂരച്ചൻ തിരുസഭയില് തൃശൂർ അതിരൂപതയില് നമുക്കൊപ്പമുണ്ട്. പ്രിയപ്പെട്ട ജോയിച്ച, അച്ഛൻ ചെയ്യുന്ന വിസ്തുലമായ സ്നേഹത്തിനും സേവനത്തിനും ഞങ്ങൾ എന്നും അച്ഛനോട് നന്ദിയും സ്നേഹവുമുള്ളവരാണ്. തീർച്ചയായും ഇനിയും ഇതുപോലുള്ള ധാരാളം സംരംഭങ്ങൾ അച്ഛനിലൂടെ വളരട്ടെ, ധാരാളം ജനങ്ങളിലേക്ക് നന്മയുടെ ഔഷധമായി ഇത് പകരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരില് അച്ഛനെ സ്നേഹപൂർവ്വം ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല ശുഭമുഹൂർത്തങ്ങളിലും നമ്മൾ സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ഏറെ പ്രത്യേകമായി മുതിർന്നവർക്കുള്ള സൗജന്യ OP ഉദ്ഘാടന കർമ്മം നിർവഹിച്ച MLA ശ്രീമതി ഗീതാ ഗോപി, പാലിയേറ്റീവ് രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും ഫെലോഷിപ്പ് അംഗങ്ങൾക്കുമുള്ള മെഡിക്കൽ ലാബോറട്ടറി സേവന പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് VK ലോഹിതാക്ഷൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്കും നിങ്ങളുടെ പ്രോത്സാഹനത്തിനും ഞങ്ങളോടൊപ്പം ചേരുവാൻ നിങ്ങൾ കാണിക്കുന്ന സന്മനസ്സിനുമൊക്കെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരില് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ വന്ന് ആശംസകൾ അർപ്പിച്ചവർ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെൻസൺ ജോർജ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി മിൽട്ടൺ, ശ്രീ മിൽട്ടൺ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സുജിത സുനിൽ, ബ്ലോക്ക് തല ചീഫ് കോർഡിനേറ്റർ ശ്രീ തൊമ്മി പിടിയത്ത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്കേറെ സന്തോഷവും ഞങ്ങൾക്കേറെ ധൈര്യവും പ്രദാനം ചെയ്തു. നിങ്ങളുടെ നല്ല വാക്കുകൾക്കും നിങ്ങളുടെ സഹകരണത്തിനും നിങ്ങളുടെ പ്രോത്സാഹനത്തിനുമൊക്കെ പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ അഭയം ശാന്തി ഭവൻ പാലിയേറ്റീവ് മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട എന്റെ സിസ്റ്റേഴ്സിനും ഡോക്ടേഴ്സിനും വോളണ്ടിയേഴ്സിനും നഴ്സസിനും മറ്റെല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രോഗ്രാം അവതാരകൻ സുരാജ്, ശബ്ദവും വെളിച്ചം നൽകി മീഡിയ പ്രവർത്തകർ എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സസ്നേഹം, നന്ദി. താങ്ക് യു സിസ്റ്റർ. ഇനി ഞാൻ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു മെഡിക്കൽ ഇൻഷുറൻസ്. 1.5 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് 3 പേർക്ക്. ഭാഗ്യം ചെയ്തിട്ടുള്ള 3 ഭാഗ്യശാലികളെ കണ്ടെത്താനുള്ള സമയം നിങ്ങൾക്ക് മുമ്പിൽ ലൈവായി തന്നെ നമ്മളത് എടുക്കാൻ പോവുകയാണ്. ഇനി ആരെങ്കിലും കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ആ ബസ്സിലേക്ക് ഇല്ല. ഓക്കെ, അപ്പോ 3 ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാനുള്ള സമയമാണ്. ഒരു വർഷത്തേക്ക് 1.5 ലക്ഷം രൂപയാണ് നമുക്ക് ഈ മെഡിക്കൽ ഇൻഷുറൻസിലൂടെ തന്നെ കവറേജ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്കാണത്. ഇത് കിട്ടുന്ന വ്യക്തി ആരോ ആ വ്യക്തിക്കായിരിക്കും ഇങ്ങനെയൊരു പരിഗണന അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഭാഗ്യം സിദ്ധിക്കുന്നത്. ഒരു വർഷത്തേക്ക് 3 ഭാഗ്യശാലികളെയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. പക്ഷെ 3 പേര് നമുക്ക് തിരഞ്ഞെടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടി വരൂ. കാരണം കുട്ടികൾ എപ്പോഴും നിഷ്കളങ്കരാണ്, അവരുടെ മനസ്സിൽ കള്ളമില്ല, അവർ തിരഞ്ഞെടുക്കുന്ന എല്ലാം ശരിയായിരിക്കും. ഇത്രയും പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലം. ഓക്കെ, ഒരു കുഞ്ഞു വരും. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഓടിച്ചാടി വരുന്നത് നമ്മുടെ കുഞ്ഞു പെരുന്നാണ്. 3 ഭാഗ്യശാലികളെ കണ്ടെത്താൻ പോകുന്നു. മോളുടെ പേര് സമരിയ. ഓക്കെ, അപ്പൊ ആദ്യം കൊച്ചുമോൾക്ക് ഒരു കൈയ്യടി കൊടുക്കാം. നമുക്ക് ഇവിടെ വന്നത് ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുകയാണ്. ആദ്യത്തെ ശരിക്കും മോളുടെ വീട്ടുകാരെ തന്നെ കിട്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 3 പേരുണ്ട്. നമുക്ക് നോക്കാം എന്താകുന്നത്. ആദ്യത്തെ വ്യക്തി
ഷാലി ജഗൻ ചേർപ്പ് തന്നെയാണ്. എന്താ അവിടെ? ഓ യെസ്. അപ്പോ കൺഗ്രാജുലേഷൻസ്. 1.5 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് 1 വർഷത്തേക്ക്. ഒരു നല്ല കൈയ്യടി കൊടുക്കുക ഷാലി. രണ്ടാമത്തെ ഒന്ന് സ്റ്റേജിലേക്ക് വരുന്നത് അതിന്റെ ഭാഗ്യശാലിയാണ്. ഇടയ്ക്കിടയ്ക്ക് ലോട്ടറി എടുക്കുന്നത് നല്ലതാണ്. ഭാഗ്യം എന്തായാലും ഉണ്ട് കൂടി. അപ്പൊ ഒരു നല്ല കൈയ്യടി ഒരിക്കൽ കൂടി സ്റ്റേജിലേക്കുള്ള വരവാണ്. വരൂ. ഇത് രണ്ടാമത്തെ ആളെ തെരഞ്ഞെടുക്കുന്ന ഒരു കാര്യം പറയുന്നു. കൂപ്പൺ പൂരിപ്പിച്ചുകൊണ്ട് ഇന്ന് പോയ ആളുകളെ നമ്മൾ പരിഗണിക്കില്ല. കാരണം നമ്മുടെ പരിപാടി അവസാനം വരെ ഇരിക്കുന്ന വ്യക്തിയെയാണ് പരിഗണിക്കുന്നത്. അങ്ങനെയുള്ള ആളാണെങ്കിൽ രണ്ടാമത്. ഓക്കെ, റെഡി? ഓണെ രണ്ടെണ്ണം എടുത്തോളൂ. താങ്ക് യു. എന്നാൽ അടുത്തൊരു വണ്ടി വരൂ. നമ്മുടെ തന്നെ കുഞ്ഞു വോളണ്ടിയറാണ്. വളരെ ഉന്മേഷത്തോടുകൂടി വരുന്ന ആ കൊച്ചിന് നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഈ ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സാമൂഹ്യ സേവനത്തിൽ ഇറങ്ങിയ ഈ കുട്ടിക്ക് ഏറെ എൻകറേജ്മെന്റ് നൽകുന്നു. അപ്പം കലക്കിയെടുത്തു, ശരിക്കും കലക്കിയെടുത്തു. കൈയിട്ട് ഒരെണ്ണോട് ഒറ്റൊരെണ്ണം. പാവുണ്ണി മാളിയക്കൽ കണ്ട വൈദ്യക്കാരൻ പാവുണ്ണി വരൂ വരൂ. രണ്ടു മൂന്ന് കസേരകൾ അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന പാവനിച്ചേട്ടനാണ് 1.5 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ലഭിച്ചിരിക്കുന്നത്. നല്ലൊരു കാര്യം തന്നെ, നല്ലൊരു ഭാഗ്യം തന്നെയാണ്. നല്ലൊരു കൈയ്യിൽ കൊടുക്കാൻ പാവനിച്ചേട്ടന്. അപ്പോ താങ്ക് യു മോളെ. ഇനി ഒരു കൊട്ടു കൂടി വരുമോ? ഒരെണ്ണം കൂടി തന്നിടുക. അല്ല, കുട്ടികൾ മാത്രം പോട്ടോ, ഞങ്ങളുടെ സൈഡിൽ വേണ്ടേ? ആ പോലെ കൊടുക്കുക. ഓടുക ഓടുക. അവസാനത്തെ ഒരാളെ കൂടി അവരെടുത്തു. മാലതി പി കെ കേട്ടോ, മാലതി പി കെ വെട്ടിക്കൽ ഹൗസ് ചേർന്ന പിയോ ഇല്ല. അപ്പോ ഒന്നുകൂടി ഇവിടെ ഉള്ള ആളുകളാണ് നമുക്ക് വേണ്ടത്. റെയ്മണ്ട് കേസി, റെയ്മണ്ട് കേട്ടോ, റെയ്മണ്ട് കേസി ഇല്ല. കല്ലേരി ഹൗസ്, കല്ലേരി ഹൗസ് ഇല്ല. റെയ്മണ്ട് ഇല്ല. ഓക്കെ, വീണ്ടും അടുത്ത വ്യക്തി എടുക്കുന്നു. അദ്ദേഹത്തിന് ആരെങ്കിലും ഉണ്ടായാലും മതി കേട്ടോ, ബന്ധുക്കൾ. നെക്സ്റ്റ് നെക്സ്റ്റ്. ഭാഗ്യമില്ല, അവർക്ക് ഭാഗ്യമുണ്ട്, പക്ഷേ ഭാഗ്യം കളഞ്ഞു. ജയരാജൻ അതുമില്ല. പോട്ടെ, അടുത്തതിലോട്ട് പോട്ടെ. ഇവിടെ ഉള്ളവരെ നമ്മൾ എടുക്കുന്നവരെയാണ്. ഫിലോമിന എബ്രഹാം. ഫിലോമിന എവിടെ പോയോ? അയ്യോ പോയോ? ആളുകാരൻ ഹൗസ് ഫിലോമിന എബ്രഹാം. ബന്ധുവാണോ? കൊടുക്കാവുന്നുള്ളൂ. ബന്ധുവില്ലേ ഇവിടെ? കുഴപ്പമില്ല, നേരത്തെ പറഞ്ഞിരുന്നു. ഫിലോമിന എബ്രഹാമിന് വേണ്ടിയാണ് മൂന്നാമത്തെ മെഡിക്കൽ ഇൻഷുറൻസ് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ 3 പേരാണ് കിട്ടുന്നത്. 1.5 വർഷത്തെ ഒരു വർഷത്തെ ക്ലെയിമാണ്, ഇൻഷുറൻസ് ക്ലെയിമാണ്. അത് 1.5 ലക്ഷം രൂപ വരെയാണ്. ഭാഗ്യത്തിന് മാത്രം പറയാമോ? ഇത്രേ ഉള്ളൂ. അപ്പൊ 3 പേരെ നമ്മളോട്
ഇവിടെ ആ ചേട്ടൻ ഓക്കെ ഈ ചേച്ചി തന്നെ രണ്ടാമത്തെ ഒരാൾ കൂടി. അപ്പൊ ഇവർക്ക് മൂന്നത്തിന് കയ്യിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ ലീഗ് സെന്റർ ഇവിടെ തുറന്നിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ചേർന്നതിന് വേണ്ടി. അപ്പൊ ഒത്തിരി സന്തോഷം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനൊപ്പം ഈ നാട്ടുകാർക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം ഇതിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കണം, ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യണം. നാളെയാണെങ്കിൽ മറ്റന്നാളാണെങ്കിൽ ഈ ഒരു സംരംഭത്തിൽ നിങ്ങൾ കൂടി പങ്കാളിയാകണം എന്ന ഏറ്റവും ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫോർമാലിറ്റി ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇനിയാണ് പരിപാടി ആരും പോകരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു അച്ഛന് മൂലം ഏറ്റവും ഭാഗ്യം ലഭിച്ച അല്ലെങ്കിൽ ഏറ്റവും കഴിവുള്ള രണ്ട് കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പരിപാടികളൊപ്പം ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ അവർ രണ്ടുപേരെ ഷോമിയാണ് ഷോമി 8th grade ക്ലാസ് നേടിയ ഷോമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2013 ഗ്രാമവേദിക അവാർഡ് ലഭിച്ചിട്ടുണ്ട്, ബഹുമതി പത്രം ലഭിച്ചിട്ടുണ്ട്. 2011 തിലക്കം അവാർഡ് ബെസ്റ്റ് വെസ്റ്റേൺ ഡ്രം പെർഫോമർ ആണ് നമുക്കായി ഇവിടെ വരാൻ പോകുന്നത്. കൂടാതെ തന്നെ ഹരിഹരൻ, ശങ്കർ മഹാദേവൻ, മട്ടക്കൾ ശങ്കരൻ, കെ ജെ യേശുദാസ്, ജാനകി, സുശീല, ചിത്ര, വാണി, ജയറാം